മോർണിംഗ്. നമുക്ക് ഇന്നിക്വാലിറ്റി ആണ് നോക്കാൻ പോകുന്നത്. ഇന്നിക്വാലിറ്റി റീസണിങ്ങിലെ ടോപ്പിക്കാണ്. ക്യൂഎയിൽ ഇന്നിക്വാലിറ്റി ഉണ്ട്, അതിന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കും. ഇത് റീസണിങ്ങിലെ ടോപ്പിക്കാണ്. റീസണിങ്ങിലെയാണ് ഇന്നിക്വാലിറ്റി. ബാങ്കിലാണെങ്കിലും എസ് എസ് സിക്ക് ആണെങ്കിലും നേരത്തെ എസ് എസ് സിക്ക് ചോദിക്കാറില്ലായിരുന്നു, ഇപ്പൊ എസ് എസ് സിക്കും ചോദിക്കുന്നുണ്ട്, ടയർ 2 ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബാങ്കിന് ഇപ്പൊ പ്രിലിംസിന് 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അപ്പം ഭയങ്കര ഈസിയാണ്. 5 ക്വസ്റ്റ്യൻസും പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കുറച്ച് എന്താ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, കൺക്ലൂഷൻസും തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരിക്കും. ഇതേപോലെ ഒന്നെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, ദെൻ കുറച്ച് കൺക്ലൂഷൻസും തന്നിട്ടുണ്ടായിരിക്കും, ഇതുപോലെ ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കൺക്ലൂഷൻ, ഇപ്പൊ 2 കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും: ആദ്യത്തെ കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ, രണ്ടാമത്തെ മാത്രമേ ഫോളോ ചെയ്യൂ, രണ്ടും ഫോളോ ചെയ്യും, രണ്ടും ഫോളോ ചെയ്യത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരിക്കും തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ആൻസർ ചെയ്യണം. ഇതായിരിക്കും എന്താട്ടോ ഇത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് എഴുതിക്കോ. ഇനിക്വാലിറ്റി സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? അതിന് ഇനിക്വാലിറ്റി സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത്രയും ഇനിക്വാലിറ്റി സിമ്പിൾസ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചോ. എ ഗ്രേറ്റർ ദാൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എ ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഡി, ഈക്വൽ ടു ഇ, ലെസ് ദാൻ എഫ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. ഇങ്ങനെയാണെന്ന് വെച്ചോ. ഇനി കൺക്ലൂഷൻ ഇപ്പൊ ഇങ്ങനെ കൊടുത്തേക്കാണ്: എ ഗ്രേറ്റർ ദാൻ ഇ. ഫസ്റ്റ് കൺക്ലൂഷൻ ഇങ്ങനെയാണെന്ന് വെച്ചോ, എ ഗ്രേറ്റർ ദാൻ ഇ. സെക്കൻഡ് കൺക്ലൂഷൻ എ ലെസ് ദാൻ ജി. ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസ് ഓൺലി 1 ഫോളോസ്, ഓൺലി 2 ഫോളോസ്, അല്ലെങ്കിൽ രണ്ടും ഫോളോ ചെയ്യും, രണ്ടും ഫോളോ ചെയ്യത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യും, ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ കൺക്ലൂഷനിലോട്ട് നോക്കുക. കൺക്ലൂഷനിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തേക്കുന്നത് നോക്കുക. ഫസ്റ്റ് കൺക്ലൂഷൻ ആരൊക്കെ തമ്മിലാ? എയും ഇയും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഏതാ ഇവിടെ കിടക്കുന്നു? ഇ ഇവിടെ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഇന്നിക്വാലിറ്റി സിമ്പിൾസ് നോക്കാം. എക്കും ഇക്കും ഇടയ്ക്ക് ഏതൊക്കെ ഇനിക്വാലിറ്റി സിമ്പിൾസ് ഉണ്ട്? ഗ്രേറ്റർ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. സോ രണ്ടുപേരുടെ ഇടയിൽ ഗ്രേറ്റർ എന്ന് പറഞ്ഞ ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രയോറിറ്റി അനുസരിച്ചാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടോ അവരുടെ ഇടയിൽ? സോ ഗ്രേറ്റർ ദാൻ ആയിരിക്കും ആൻസർ വരുന്നത്. ഇപ്പൊ എക്കും ഇക്കും ഇടയിൽ ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ടല്ലോ. ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്, പിന്നെയും ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. രണ്ടുപേരുടെ ഇടയിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും എ ഗ്രേറ്റർ ദാൻ ഇ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ കൺക്ലൂഷൻ കൊടുത്തേക്കുന്നത്? എ എന്ന് പറയുന്നത് എക്കാട്ടിലും വലുതാണ്. സോ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യും, ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യും. സോ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗ്രേറ്റർ ദാൻ സിമ്പിളിനാണ്. അതിനുശേഷം മാത്രമേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളിന് പ്രയോറിറ്റി കൊടുക്കൂ. അതിനും ശേഷമാണ് ഈക്വൽ ടു. തിരിച്ച് ഡയറക്ഷനിലാണെങ്കിൽ ലെസ് ദാൻ ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിനും ശേഷമാണ് ലാസ്റ്റ് ആണ് ഈക്വൽ ടു. സോ രണ്ടുപേരുടെ ഇടയിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ആൻസർ. ഒരേ ഡയറക്ഷനിലായിരിക്കണം, സിമ്പിൾസ് എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ആയിരിക്കും ആൻസർ. അടുത്തത് ഗ്രേറ്റർ ദാൻ ഇല്ല. ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഈക്വൽ ടു ഡി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇ. ഇങ്ങനെയാണെങ്കിൽ എക്കും ഡിക്കും ഇടയിലുള്ള റിലേഷൻ ആണ് ചോദിച്ചെങ്കിൽ എന്ത് പറയും? ഇവിടെ ഇപ്പൊ ഗ്രേറ്റർ ദാൻ ഇല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാത്രമേ ഉള്ളൂ. സോ അത് രണ്ടും വന്നു കഴിഞ്ഞാൽ ആർക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുനായിരിക്കും. സോ ആൻസറിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നായിരിക്കണം ആൻസർ വരുന്നത്. സോ നമ്മളിവിടെ പ്രയോറിറ്റി അനുസരിച്ചാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗ്രേറ്റർ ദാൻ സിമ്പിളിനാണ്. അതില്ല എങ്കിൽ മാത്രം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുന് കൊടുക്കും, അതും ഇല്ല എങ്കിൽ മാത്രം ഈക്വൽ ടുന് കൊടുക്കും. സോ ഇനി തിരിച്ചുള്ള ഡയറക്ഷനിലാണെങ്കിലോ? ഇതെല്ലാം തിരിച്ചാണെങ്കിൽ എന്ത് പറയും? ഞാൻ തിരിച്ചു: എ ലെസ് ദാൻ ബി,
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഡി ഈക്വൽ ടു ഇ. അപ്പൊ എന്ത് വരും? എയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്ത് വരും? എ ഇവിടെ കിടക്കുന്നു, ഇ ഇവിടെ കിടക്കുന്നു. എക്കും ഇക്കും ഇടയിൽ കുറെ സിമ്പിൾസ് ഉണ്ട്. ലെസ് ദാൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. സോ ആർക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കും? ലെസ് ദാൻ ആയിരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ എ ഗ്രേറ്റർ ദാൻ ഇ എന്ന് പറയുന്നത് തെറ്റാണ്. എന്ത് വരും ആൻസർ? എ ലെസ് ദാൻ ഇ എന്ന് വേണം വരാൻ. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലെസ് ദാൻ ആണ്. സോ ആൻസർ എ ലെസ് ദാൻ ഇ എന്ന് വരും. ലെസ് ദാൻ ഇല്ലായിരുന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും ആൻസർ. അതും ഇല്ല എങ്കിൽ മാത്രം ഈക്വൽ ടു ആണ് ആൻസർ വരേണ്ടത്. സോ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും ആൻസർ. അതില്ല എങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതും ഇല്ല എങ്കിൽ ഈക്വൽ ടു. തിരിച്ചുള്ള ഡയറക്ഷനിലാണെങ്കിൽ ലെസ് ദാൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രയോറിറ്റി ലെസ് ദാൻ ആണ്. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതും ഇല്ലെങ്കിൽ മാത്രം ഈക്വൽ ടു. സോ ഓർഡർ ഓഫ് പ്രയോറിറ്റി അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വേറെ മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം ഒറ്റ സ്റ്റേറ്റ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രയോറിറ്റി അറിയാമെങ്കിൽ നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പേപ്പറിന്റെയും പെന്നിന്റെയും ഒന്നും ആവശ്യം വരില്ല. സ്ക്രീൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെയാണെങ്കിലോ ക്വസ്റ്റ്യൻ ഇതുപോലെ എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. എനിക്ക് എക്കും ഡിക്കും ഇടയിലുള്ള റിലേഷൻ വേണം. എ ഇതാ ഇവിടെ കിടക്കുന്നു, ഡി ഇവിടെ. അപ്പൊ ഇവരുടെ ഇടയിലുള്ള സിമ്പിൾസ് നമ്മൾ നേരത്തെ പോലെ പ്രയോറിറ്റിക്ക് വേണ്ടി നോക്കും, പ്രയോറിറ്റി അനുസരിച്ച് നോക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള സിമ്പിൾ വന്നിട്ടില്ല. ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട്. ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഇവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് രണ്ടുപേരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. നമുക്ക് ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. സോ രണ്ടുപേരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷനിലുള്ള സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എ ഗ്രേറ്റർ ദാൻ ഡി എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എ ലെസ് ദാൻ ഡി എന്നാണെങ്കിൽ അത് തെറ്റാണ്. എ ഈക്വൽ ടു ഡി എന്നാണെങ്കിൽ അത് തെറ്റാണ്. എ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഡി എന്നാണെങ്കിൽ തെറ്റാണ്. എല്ലാം തെറ്റായിരിക്കും. അതായത് രണ്ടുപേരുടെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇനീക്വാലിറ്റി സിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. സോ എന്തൊക്കെ കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തെറ്റായിരിക്കും, അതൊന്നും ഫോളോ ചെയ്യത്തില്ല. സോ സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഈ പ്രയോറിറ്റി അനുസരിച്ച് പോവും. ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒരേ പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു, അതും ശേഷം ഈക്വൽ ടു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ, ഇനിക്വാലിറ്റി സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു റിലേഷനും കാണത്തില്ല. ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇനി ഏതൊരു ഓർ കേസ് ഒക്കെ വരും. ഏതൊരു ഓർ കേസ് തന്നെ 2-3 കേസ് വരും. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ബി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ എഫ് ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഡി. രണ്ട് കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. കൺക്ലൂഷനിൽ എഫും ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. സെക്കൻഡ് കൺക്ലൂഷനിൽ എയും എസും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു കൺക്ലൂഷൻ, ഇതൊരു കൺക്ലൂഷൻ. മാറിക്കിടക്കുന്നതേ ഉള്ളേ, അത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്. എഫ് ലെസ് ദാൻ ഡിയും എ ഗ്രേറ്റർ ദാൻ എസുമാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ഇതിൽ രണ്ടും ഫോളോ ചെയ്യുമോ അല്ലെങ്കിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്, രണ്ടും ഫോളോ ചെയ്യത്തില്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കിയിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. എന്തൊരു ആൻസർ? കറക്റ്റ് ആണ്. നിങ്ങളപ്പോ എന്താ ചെയ്യണം? നേരെ കൺക്ലൂഷനിലോട്ട് പോവുക. കൺക്ലൂഷനിൽ ആരെയൊക്കെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. എഫും ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിലോട്ട് പോയേ. എഫ് ഇതാ ഇവിടെ ഉണ്ട്,
ഇതാണ്ട് ഇവിടെയുണ്ട്. വേറെ ആരുടെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എഫിനും ഡിക്കും ഇടയിലുള്ള സിമ്പിൾസ് മാത്രം നോക്കുക. ഇനിക്വാലിറ്റി സിമ്പിൾസ് നോക്കിയിട്ട് പ്രിഫറൻസ് അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇവിടെ ഇപ്പൊ ഈക്വൽ ടു ഉണ്ട്, എഫിൽ നിന്ന് ഡിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്. സോ എഫിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ ആർക്കാ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ലെസ് ദാൻ അല്ലേ? ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾസും ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ലെസ് ദാൻ ആണ്. സോ അവർക്കിടയിൽ ഈ 3 സിമ്പിൾസും വന്നിട്ടുണ്ടെങ്കിൽ, ലെസ് ദാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലെസ് ദാൻ ആയിരിക്കും ആൻസർ. എഫ് ലെസ് ദാൻ ഡി എന്ന് വേണം വരാൻ. എഫ് ലെസ് ദാൻ ഡി. അങ്ങനെ തന്നെയല്ലേ കൺക്ലൂഷൻ 1 കൊടുത്തേക്കുന്നത്, ഫസ്റ്റ് കൺക്ലൂഷൻ? അതെ. സോ ഇത് ഫോളോ ചെയ്യും. അടുത്തത് എയും എസും തമ്മിലുള്ള റിലേഷൻ ആണ്. എ ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്. സോ എക്കും എസിനും ഇടയിലുള്ള ഇൻഇക്വാലിറ്റി സിമ്പിൾസ് നോക്കാം. ഈ ഡയറക്ഷനിലുള്ള സിമ്പിൾസും ഉണ്ട്, ഓപ്പോസിറ്റ് അങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ള സിമ്പിൾസും ഉണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് രണ്ടുപേരുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണുമോ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അവരങ്ങ് ഉറപ്പിച്ച് പറഞ്ഞേക്കുവാണ് എ എസിനെക്കാട്ടിലും വലുതാണ്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ അത് തെറ്റാണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. ആൻസർ ഓപ്ഷൻ എ. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പം രണ്ട് കൺക്ലൂഷനിലും ഓയും യുവിനെയും കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഒ യു. അപ്പൊ എന്ത് വരുമെന്ന് നോക്കാം. കറക്റ്റ് ഓയും യുവും തമ്മിൽ എന്ത് റിലേഷൻ വരുമെന്ന് നോക്കാം. അവര് കൊടുത്തേക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. അവരുടെ ഇടയിലുള്ള സിമ്പിൾസ് മാത്രം നോക്കുക. ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാത്രമേ ഉള്ളൂ ഓക്കും യുക്കും ഇടയിൽ. അപ്പൊ ആർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്നാണ് ആൻസർ പറയേണ്ടത്. ഇതിന്റെ ആൻസർ എന്ത് വരും? ആലോചിച്ചിട്ട് പറഞ്ഞേ. ഏത് ഓപ്ഷൻ വരും? ഓ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അതായിരുന്നു ആൻസർ വരേണ്ടത്. ഞാൻ പറയാം. ഇത് നോക്കിക്കേ. ഓ ഇതാ ഇവിടെ കിടക്കുന്നു, യു ഇവിടെ ഉണ്ട്. ഇവരുടെ ഇടയിൽ വന്നേക്കുന്ന സിമ്പിൾസ് ഇതൊക്കെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. ഇങ്ങനെ 3 സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ആർക്കാ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനാണ്. സോ ഉറപ്പായിട്ടും ആൻസർ ഓ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആണ് വരേണ്ടത്. ഇങ്ങനെയായിരുന്നു കൺക്ലൂഷൻ തന്നേക്കുന്നെങ്കിൽ നമുക്ക് ഓക്കെ പറയാം, അത് ഫോളോ ചെയ്യുന്നു പറയാം. പക്ഷെ കൺക്ലൂഷൻ നിങ്ങൾ നോക്കിക്കേ. ഈ ഓ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന്റെ മീനിങ് എന്താ? ഒന്നെങ്കിൽ ഓ യുവിനെക്കാട്ടിലും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഓയും യുവും ഈക്വൽ ആയിരിക്കും. അതല്ലേ ഇതിന്റെ മീനിങ്? സോ അവർ കൺക്ലൂഷനിൽ സെപ്പറേറ്റ് പറഞ്ഞേക്കാണ് ഓ ഈക്വൽ ടു യു. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. ഓ ലെസ് ദാൻ യു, ഓ ചെറുതാണ് യുവിനെക്കാട്ടിലും, അല്ലെങ്കിൽ യു. ഇതിന്റെ മീനിങ് എന്താ? ഓ ചെറുതാണ് യുവിനെക്കാട്ടിലും. അങ്ങനെയല്ലേ? യു ഗ്രേറ്റർ ദാൻ ഓ എന്ന് പറഞ്ഞാൽ തിരിച്ചു നമുക്ക് പറയാൻ പറ്റും ഓ ലെസ് ദാൻ യു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഓ യുവിനെക്കാട്ടിലും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഓ യു ആയിട്ട് ഈക്വൽ ആയിരിക്കണം. സോ സെപ്പറേറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൺക്ലൂഷനും തെറ്റാണ്. അപ്പൊ ചാടി കയറി നെയ്തർ 1 നോർ 2 എന്ന് എഴുതി വെക്കരുത്. നമ്മളുടെ ആൻസർ ഒന്നെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. സോ എയ്തർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് ആൻസർ. ഇത് എയ്തർ ഓർ കേസ് ആണ്. എയ്തർ ഓർ കേസ്. സോ എയ്തർ ഓറിന്റെ ഒരു കേസാണ് ഇത്. നിങ്ങളുടെ ആൻസർ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഓ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അപ്പൊ നമുക്ക് ഒരു കൺക്ലൂഷനിൽ ഓ ലെസ് ദാൻ യുവും കൊടുത്തിട്ടുണ്ട്, ഓ ഈക്വൽ ടു യുവും കൊടുത്തിട്ടുണ്ടെങ്കിൽ എയ്തർ 1 ഓർ 2 ഫോളോസ്. അതായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങളുടെ കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എയും ബിയും തമ്മിലാണെന്ന് വെച്ചോ. റിലേഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. കൺക്ലൂഷനിൽ എ ഗ്രേറ്റർ ദാൻ ബിയും കൊടുത്തിട്ടുണ്ട്, എ ഈക്വൽ ടു ബിയും കൊടുത്തിട്ടുണ്ട്. സോ കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എയും ബിയും തമ്മിലാണെന്ന് വെച്ചോ. റിലേഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. കൺക്ലൂഷനിൽ എ ഗ്രേറ്റർ ദാൻ ബിയും കൊടുത്തിട്ടുണ്ട്, എ ഈക്വൽ ടു ബിയും കൊടുത്തിട്ടുണ്ട്.
എ ഈക്വൽ ടു ബിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ എയ്തർ വൺ ഓർ ടു ഫോളോസ് ആയിരിക്കും ആൻസർ. നെയ്തർ നോർ അല്ല, എയ്തർ വൺ ഓർ ടു ഫോളോസ് ആയിരിക്കും ആൻസർ. സോ ഇത് എയ്തർ ഓറിന്റെ ഒരു കേസാണ്, ഫസ്റ്റ് കേസ്. എയ്തർ ഓറിന്റെ 3 കേസ് ഉണ്ട്, മൂന്നും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് മാത്രമേ എണ്ണത് പാടായിട്ടുള്ളൂ. എയ്തർ ഓറിന്റെ ഫസ്റ്റ് കേസാണിത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ കൺക്ലൂഷനിൽ എ ഗ്രേറ്റർ ദാൻ ബിയും ഉണ്ട്, എ ഈക്വൽ ടു ബിയും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യും, എയ്തർ ഓർ എന്നുള്ളതായിരിക്കണം ആൻസർ. ഇവിടെ ഓപ്ഷൻ ബി വരും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കൺക്ലൂഷനിൽ ജിയും യുവും തമ്മിലുള്ള റിലേഷൻ ആണ്. സെക്കൻഡ് കൺക്ലൂഷനിൽ ജെയും ആറും തമ്മിലുള്ള റിലേഷനുമാണ്. എന്തുവരും ആൻസർ? സി. പഞ്ചമി സി പറഞ്ഞിട്ടുണ്ട്. സി തന്നെയാണ് ആൻസർ, കറക്റ്റ് ആണ്. ഓക്കെ, നോക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഫസ്റ്റ് കൺക്ലൂഷനിൽ ജിയും യുവും തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ജി ഇതാ ഇവിടെ, യു ഇവിടെ. സോ ഇവരുടെ ഇടയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈക്വൽ ടു സിമ്പിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഏതിനായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്നാണ് വരേണ്ടത്. അങ്ങനെയാണോ തന്നേക്കുന്ന കൺക്ലൂഷനിൽ? അല്ല, ജി ലെസ് ദാൻ യു എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ്. അടുത്തത് ജെയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ്. ദ ജെ ഇവിടെയുണ്ട്, ആർ ഇവിടെയുണ്ട്. ഇവരുടെ ഇടയിൽ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഈക്വൽ ടു ഗ്രേറ്റർ ദാനും വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ആൻസർ ജെ ഗ്രേറ്റർ ദാൻ ആർ. ജെയുടെ നേരെ ഓപ്പൺ ചെയ്യണം. ജെ ഗ്രേറ്റർ ദാൻ ആർ എന്ന് വേണം വരാൻ. അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് ഫോളോ ചെയ്യും. ആദ്യത്തെ ഓപ്ഷൻ ഫോളോ ചെയ്യില്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഫോളോ ചെയ്യും. സോ ആൻസർ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് ആൻസർ. ഓപ്ഷൻ സി. സി പറഞ്ഞവർ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സിമ്പൽ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പാടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. അതിനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴും ഇതിപ്പോ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ആയിരിക്കും ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോഴും നമ്മളുടെ ഓർഡർ ഓഫ് പ്രയോറിറ്റി മാറത്തില്ല. നിങ്ങൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇത് മൂന്നേ വരത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതും കഴിഞ്ഞാണ് ഈക്വൽ ടു. ഇത് മൂന്നുമേ ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ വരത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഓപ്പൺ ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്കൂടി കടത്തിവിടും. ഇത് ഡോർ ആയിട്ട് സങ്കല്പിക്കുക നിങ്ങൾ. ഇതുവഴി കടത്തിവിടും. ഇതുവഴി നിങ്ങൾക്ക് കടത്തിവിടും, പോകാൻ പറ്റും. ഇവിടെ ഇത് സ്റ്റോപ്പ് ആണെന്ന് വെച്ചാൽ ഹിൻഡ്രൻസ് ആണ്. ഇതിലേക്കൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ആണ്. സോ ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഇതിലേക്കൂടെ കടത്തിവിടും. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുക. ഇതിനൊരു ഡോർ ആയിട്ട് സങ്കല്പിക്കുക.
ഡോറോ ഗേറ്റോ എന്തായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇനി നിങ്ങള് കൺക്ലൂഷനില് ആരുടെ നേരെയാണ് ഈ സിമ്പിൾ തുറന്നു വെച്ചേക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോ യുവിന്റെ നേരെയല്ലേ തുറന്നു വെച്ചേക്കുന്നത്. സോ നമുക്ക് യുയിൽ നിന്നും ജിയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കൺക്ലൂഷനില് യുവും ജിയുമാണ്, യുവിന്റെ നേരെയാണ് തുറന്നു വെച്ചേക്കുന്നത്. സോ യുയിൽ നിന്നും ജിയിൽ എത്തണം. അങ്ങനെ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, യു താൻ്റെ ഇവിടെ ഇരിക്കുന്നു, ജി ഇവിടെ. സോ ഈക്വൽ ടു ആണെങ്കിൽ കടത്തിവിട്ട് നമ്മൾ ജയിലെത്തി. ജയിൽ നിന്നും ജയിലിന്റെ നേരെ തുറന്നിരിക്കുകയാണല്ലോ, കടത്തിവിടും, ജിയിലെത്തും. യെസ്, യുയിൽ നിന്നും ജിയിലെത്താൻ പറ്റുന്നുണ്ട്. സോ എന്താ, അങ്ങനെ എത്തിയാൽ മാത്രം പോരാ, ഇങ്ങനെ പോയ വഴിയില് ആർക്കാണ് ഇമ്പോർട്ടൻസ് എന്നും കൂടി നോക്കുക. ഈ പോയ വഴിക്ക് ഈക്വൽ ഉണ്ടായിരുന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഇപ്പൊ ഈ രണ്ട് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ നിങ്ങളുടെ ആൻസർ യുവിൽ നിന്നുമാണ് നമ്മൾ നോക്കിയത്. യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് വേണം വരാൻ. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. പക്ഷെ അവർ കൺക്ലൂഷന് കൊടുത്തേക്കുന്നത് യു ഗ്രേറ്റർ ദാൻ ജി എന്നാണ്. യുവിന്റെ നേരെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്, വിച്ച് മീൻസ് യു ഗ്രേറ്റർ ദാൻ ജി. അങ്ങനെ പറഞ്ഞാൽ ആൻസർ തെറ്റാണ്. നമുക്ക് വരേണ്ട ആൻസർ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എന്നാണ്. ഇനി അടുത്ത കൺക്ലൂഷൻ ഇതുപോലെ നോക്കാം. ജയിൽ നിന്നും നമുക്ക് ആറിലെത്തണം. ഇത് ജയിൽ നിന്ന് ജയുടെ നേരെയല്ലേ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ജയിൽ നിന്നും ആറിലെത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ജേതാണ്ട് ഇവിടെ ജയിൽ നിന്നും യുവിലെത്തി പറ്റുന്നുണ്ട്, യുവിൽ നിന്നും വൈയിലെത്തി പറ്റുന്നുണ്ട്, വൈയിൽ നിന്നും ആറിലും എത്തി. സോ ജയിൽ നിന്നും നമുക്ക് ആറിലെത്താൻ പറ്റുന്നുണ്ട്. ഇനി പോയ വഴിക്ക് ഇമ്പോർട്ടൻസ് ആർക്കാ? പ്രയോറിറ്റി അനുസരിച്ച് ഗ്രേറ്റർ ദാൻ സിമ്പിളിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ജെ ഗ്രേറ്റർ ദാൻ ജെ ഗ്രേറ്റർ ദാൻ ആർ എന്ന് വേണം ആൻസർ വരാൻ. അങ്ങനെ തന്നെയാണ് കൺക്ലൂഷനിൽ കൊടുത്തേക്കുന്നത്. സോ ജെ ഗ്രേറ്റർ ദാൻ ആർ ഫോളോ ചെയ്യും. ഇതൊരു മെത്തേഡ്. ഇവിടെ നമ്മൾ പ്രയോറിറ്റി നോക്കി തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ 3 സിമ്പിൾസേ വരത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ 3 സിമ്പിൾസേ വരത്തുള്ളൂ. ആരുടെ നേരെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കുക. അയാളിൽ നിന്നും മറ്റേ ആളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. എത്താൻ പറ്റിയാൽ മാത്രം പോരാ, അവർ പോകുന്ന വഴിയില് പ്രിഫറൻസ് അനുസരിച്ച് ഏത് സിമ്പിൾ വരുന്നു എന്നും കൂടി നോക്കാം. ഇതാണ് അടുത്ത മെത്തേഡ്. നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ആയിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എന്താ സ്റ്റേറ്റ്മെന്റ്സിനെ എല്ലാം കൂടി ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി ചെയ്യാനൊന്നും നിൽക്കേണ്ടി വരത്തില്ല. അപ്പൊ ഇതേ നിങ്ങൾ പേപ്പർ യൂസ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ അഡീഷണൽ ഷീറ്റ്, വർക്ക് ഷീറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഈ മെത്തേഡ് ആകുമ്പോൾ അതിന്റെ ആവശ്യമേ വരത്തില്ല. നിങ്ങൾക്ക് നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നോക്കി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പേഴ്സ് വന്നതേ ഉള്ളൂ, ആൽഫബറ്റ്സിന് പകരം നമ്പേഴ്സ് വന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൺക്ലൂഷൻ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കൺക്ലൂഷൻ നോക്കുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 9, 6 എന്തായാലും 9-നെക്കാട്ടിലും വലുതല്ല. സോ അത് തെറ്റാണ്. അടുത്തതിൽ 9 2-നെക്കാട്ടിലും ഒന്നെങ്കിൽ ഈക്വൽ ആണ് അല്ലെങ്കിൽ ചെറുതാണ്. 9 ഒരിക്കലും 2-നെക്കാട്ടിലും ഈക്വലും അല്ല, 2-നോട് ഈക്വലും അല്ല, 2-നെക്കാട്ടിലും വലുതുമല്ല. അപ്പൊ അത് തെറ്റാണ്. ഉടനെ ചാടി കയറി രണ്ടും തെറ്റാണ്, നെയ്തർ വൺ നോർ ടു എന്ന് എഴുതി വെക്കരുത്. ഇനിക്വാലിറ്റി റൂൾ അനുസരിച്ച് നോക്കുക. അതിന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ചാടിക്കേറി ആൻസർ ചെയ്യും, രണ്ടും ഫോളോ ചെയ്യില്ല. ഫസ്റ്റ് കൺക്ലൂഷൻ 6 ഗ്രേറ്റർ ദാൻ 9 ആണ്. അതായത് 6ന്റെ നേരെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. 6-ൽ നിന്നും നമുക്ക് 9-ൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. തെറ്റത്തില്ല. ഈ ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ തെറ്റത്തില്ല. 6-ൽ നിന്നും 9-ലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ പോയ വഴിക്ക് ആർക്കാണ് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി. അടുത്തത് 2-ൽ നിന്നും 9-ൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. 2-ൽ നിന്നും 9-ൽ എത്താൻ പറ്റുന്നുണ്ടോ?
ആൻസർ എന്ത് വരും? ആദ്യത്തെ കൺക്ലൂഷൻ 6ൽ നിന്നും 9. 6 ഗ്രേറ്റർ ദാൻ 9 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ 6നും 9നും ഇടയ്ക്കുള്ള സിമ്പിൾസ് മാത്രം നോക്കി ആൻസർ ചെയ്യുക. ഒന്നെങ്കിൽ ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കി ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ 6ൽ നിന്നും 9ൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ പോയ വഴിക്കുള്ള പ്രയോറിറ്റി, സിമ്പിൾസിന്റെ പ്രയോറിറ്റി നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നോക്കി സ്ക്രീനിൽ നോക്കി ആൻസർ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. സോ നോക്കാം നമുക്ക്. ആദ്യത്തെ കൺക്ലൂഷൻ എന്താ? ഫസ്റ്റ് കൺക്ലൂഷൻ 6ഉം 9ഉം തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതായത് ആരുടെ നേരെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ആരുടെ നേരെ ഓപ്പൺ ചെയ്തേക്കുന്നത്? 6ന്റെ നേരെയാണ്. സോ നമുക്ക് 6ൽ നിന്നും 9ൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. 6 ഇവിടെയാണ്, 6ൽ നിന്നും 9 ഇവിടെ, 9ൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓപ്പൺ ചെയ്തിരിക്കുന്നതിന്റെ മീനിങ് എന്താ? ഇത് കടത്തിവിടും. സോ 6ൽ നിന്നും 2ൽ എത്താൻ പറ്റി, 2ൽ നിന്നും 10ൽ എത്താൻ പറ്റി, ഈക്വൽ ആണെങ്കിലും കടത്തിവിടും. 10ൽ നിന്ന് 7ലെത്തി, 7ൽ നിന്ന് 9 എത്തി, പറ്റുന്നുണ്ട്. 6ൽ നിന്നും നമുക്ക് 9ൽ ഉറപ്പായിട്ടും എത്താൻ പറ്റും. ഈ പോയ വഴിക്ക് പ്രയോറിറ്റി ആർക്ക് കൊടുക്കും? 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ. ഇങ്ങനെ കുറെ സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ആർക്കാ ഇമ്പോർട്ടൻസ്? ഗ്രേറ്ററിനാണ്. സോ ആൻസർ 6ൽ നിന്നും 9ൽ എത്തുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 9 എന്ന് വേണം വരാൻ. അങ്ങനെ തന്നെയാണ് അവർ കൺക്ലൂഷനിൽ കൊടുത്തേക്കുന്നത്. സോ ഇത് ഫോളോ ചെയ്യും. ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. അടുത്ത കൺക്ലൂഷൻ എന്താ? 2ന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ 2ൽ നിന്നും നമുക്ക് 9ൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. 2 ഇവിടെയാണ്. 2ൽ നിന്നും 10ൽ എത്താം, 10 കടത്തി വിട്ട് 7ൽ എത്താം, 7ൽ നിന്ന് 9ൽ എത്താം, പറ്റുന്നുണ്ട്. 2ൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് 9ൽ എത്താൻ പറ്റും. പക്ഷെ പോയ വഴിക്ക് ഇമ്പോർട്ടൻസ് അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച് ഗ്രേറ്റർ ദാൻ സിമ്പിൾ വേണം വരാൻ. ഇവിടെ കൊടുത്തേക്കുന്നത് 2 ഗ്രേറ്റർ ദാൻ 9 എന്ന് വേണം വരാൻ. ഇവിടെ അങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നമ്മുടെ ആൻസർ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ്. ആദ്യത്തെ കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ. ഓർഡർ ഓഫ് പ്രയോറിറ്റി മറക്കരുത്. ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. രണ്ടുപേരുടെ ഇടയിൽ ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിൽ വരയ്ക്കണം. ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ഇല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതും കഴിഞ്ഞ് മാത്രമേ ഈക്വൽ ടുവിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. സോ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഇങ്ങനെ വരും: ഗ്രേറ്റർ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ടൈപ്പ് ആണ്. ഇനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. P less than or equal to R, less than or equal to C, equal to S, greater than Q, greater than T. സോ കൺക്ലൂഷനിലോട്ട് പോവാ. കൺക്ലൂഷനിൽ പിയും ക്യൂവും, ക്യൂവിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ ക്യൂവിൽ നിന്നും പിയിൽ എത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ദെൻ എസിൽ നിന്ന് പിയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ ബി രണ്ടാമത്തെ കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ? ഞാൻ പറഞ്ഞ പോലെ നോക്കുക. ഇപ്പൊ പിയും ക്യൂവും ആണ്. ആരുടെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്? ഈ സിമ്പിള് ക്യൂവിന്റെ നേരെ. സോ നമുക്ക് ക്യൂവിൽ നിന്നും പിയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ക്യൂ ദാണ്ട് ഇവിടെയാണ്, പി ഇവിടെയാണ്. ക്യൂവിൽ നിന്നും എസിലോട്ട് പോലും പോവാൻ പറ്റില്ല. കാരണം എന്താ? ഇങ്ങനെയാണ് സിമ്പിൾ വന്നേക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താ? ഇങ്ങനെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ആണെങ്കിൽ കടത്തിവിടും, പോവാൻ പറ്റും. ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് പോവാൻ പറ്റില്ല, ഇത് സ്റ്റോപ്പാണ്. സോ ഇവിടെ നമുക്ക് ഒരിക്കലും ക്യൂവിൽ നിന്നും പിയിൽ എത്താൻ പറ്റില്ല. സോ ആൻസർ അവർ പറഞ്ഞേക്കുന്നത് ക്യൂവിൽ നിന്നും പിയിൽ എത്താൻ പറ്റും, ക്യൂ ഗ്രേറ്റർ ദാൻ പി എന്നാണ്. സോ തെറ്റാണ്.
ഇത് തെറ്റാണ്. അടുത്തത് എസിൽ നിന്നും പിയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. എസിൽ നിന്നും പിയിലോട്ട്. എസ് ഇതാ ഇവിടെയാണ്, പി ഇവിടെയാണ്. ഓക്കെ, എസിൽ നിന്ന് നമുക്ക് സിയിൽ എത്താൻ പറ്റും, സിയിൽ നിന്നും ആറിലെത്താം, ആറിൽ നിന്നും പിയിലും എത്താം. എസ് ഉറപ്പായിട്ടും എസിൽ നിന്നും പിയിൽ എത്താൻ പറ്റും. പക്ഷെ ഈ പോയ വഴിക്ക് പ്രയോറിറ്റി കൂടി ചെക്ക് ചെയ്യുക. ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ കൊടുത്തേക്കുന്നത്? എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. സോ ഇത് ഫോളോ ചെയ്യും. ആൻസർ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ. ബി പറഞ്ഞത് കറക്റ്റ് ആണ്. ബി പറഞ്ഞവർ ആൻസർ കറക്റ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസിന് ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഞാൻ സ്റ്റേറ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ മെത്തേഡ്, ഈ ഒരു എന്താ ഡോറായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കി സ്ക്രീനിൽ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സിനെ എല്ലാം കൂടി എന്താ പല സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്ന എല്ലാം കൂടി ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കേണ്ടി വരും, കമ്പൈൻ ചെയ്യേണ്ടി വരും. പിന്നീട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടാമത് പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും ബെറ്റർ. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തന്നെ ഞാൻ ഏതർ ഓർ കേസ് പറഞ്ഞായിരുന്നു. അതിന്റെ തന്നെ 2 കേസും കൂടി ഉണ്ട്. അതും കൂടി ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മറ്റേ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇതല്ലായിരുന്നു ഏതർ ഓർ കേസിന്റെ ക്വസ്റ്റ്യൻ. ഇത് ഒരു കേസാണ്. ഇതൊരു കേസ്, ഇത് ഏതർ ഓറിന്റെ ഒരു കേസ്. ഇവിടെ എന്തായിരുന്നു? നമുക്ക് നേരത്തെ മെത്തേഡ് ആണെങ്കിൽ ഓയും യുവും, ഇവിടെ യുവും ഓയും രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ്. നമുക്ക് യുയിൽ നിന്നും ഓയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. യു തന്നെ ഇവിടെയാണ്. യുവിൽ നിന്നും കെയിലെത്തി, കെയിൽ നിന്നും ഓയിലെത്തി എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ പോയ വഴിക്ക് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി അനുസരിച്ച് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓ എന്നായിരുന്നു വരേണ്ടത്. പക്ഷെ ആൻസറിൽ അവർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. കൺക്ലൂഷനിൽ ഗ്രേറ്ററും കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടുവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ ഒന്നെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇത് വരും. അങ്ങനെ വേണം ആൻസർ വരാൻ. എയ്തർ 1 or 2 ഫോളോസ്. എയ്തർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് ആണ് ആൻസർ വരേണ്ടത്. ഇത് ഏതർ ഓറിന്റെ ഒരു കേസ്. ഏതർ ഓറിന്റെ ഒരു കേസാണ് ഇത്. അടുത്ത കേസ് ഉണ്ട്. അടുത്ത ഞാൻ പറയാൻ പോവാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ തരാം. ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചു. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ഗ്രേറ്റർ ദാൻ സി, greater than or equal to D, greater than or equal to E, equal to F, greater than G. ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി കൺക്ലൂഷനിൽ ഫസ്റ്റ് കൺക്ലൂഷൻ ഇതാണ്. C greater than E. സെക്കൻഡ് കൺക്ലൂഷൻ C equal to F. ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ഇപ്പൊ എന്തായിരിക്കും ആൻസർ വരേണ്ടത്? രണ്ടും ഫോളോ ചെയ്യുമോ? ഏതർ ഓർ കേസ് ആണോ? രണ്ടും ഫോളോ ചെയ്യത്തില്ലയോ? ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യൂ? എന്താണ് നിങ്ങളുടെ ആൻസർ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ ഞാൻ തന്നിട്ടുണ്ട്. സിയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. സിയും എഫും തമ്മിലുള്ള റിലേഷൻ ആണ് സെക്കൻഡ് കൊടുത്തേക്കുന്നത്. എന്തുവരും ആൻസർ? ഓക്കെ, ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഏതർ ഓർ കേസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഇതിപ്പോ സിയും ഇയും ആണെങ്കിൽ ഇതും സിയും ഇയും തന്നെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും സിയിൽ നിന്ന് ഇയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കും. സിയിൽ നിന്ന് ഡിയിലെത്തി, ഡിയിൽ നിന്ന് ഇയിലെത്തി പറ്റുന്നുണ്ട്. പക്ഷെ ആൻസർ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നായിരുന്നു വരേണ്ടത്. അവർ സി ഗ്രേറ്റർ ദാൻ ഇ എന്നാ കൊടുത്തേക്കുന്നത്. സോ ഇത് തെറ്റാണ്. അടുത്തത് സിയിൽ നിന്നും സിയിൽ നിന്ന് എഫിലോട്ട് ആണെങ്കിലും സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്നായിരുന്നു വരേണ്ടത്. ഈക്വൽ ടു എഫ് എന്ന് കൊടുത്ത് തെറ്റാണ്.
ചാടിക്കേറി നെയ്തർ വൺ നോർ ടു ഫോളോസ് എന്ന് എഴുതി വെക്കരുത്, അത് തെറ്റാണ്. നിങ്ങൾ നോക്കിക്കേ, എഫ് ഈക്വൽ ടു ഇ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു എഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ എഫിന് പകരം സി ഈസ് ഈക്വൽ ടു ഇ എന്ന് എഴുതിക്കൂടെ? എഫിന് പകരം ഇ എന്നാക്കിക്കൂടെ? ഇത് മാറ്റിയിട്ട് എഫ് മാറ്റിയിട്ട് സി ഈക്വൽ ടു ഇ എന്നാക്കിക്കൂടെ? ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിക്കേ, സിയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ്. സെക്കൻഡ് കൺക്ലൂഷൻ സിയും ഇയും തന്നെയാണ്. നമുക്ക് സിയും ഇയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. സിയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താ? സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നാണ് വരേണ്ടത്. പക്ഷെ അവർ കൺക്ലൂഷനില് സി ഗ്രേറ്ററും കൊടുത്തിട്ടുണ്ട്, സി ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എയ്തർ ഓർ ആണ്. ഇത് രണ്ടും സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തെറ്റാണ്. പക്ഷെ ഒന്നെങ്കിൽ ഇത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യും. സോ ആൻസർ എയ്തർ വൺ ഓർ ടു ഫോളോസ് ആണ്. ഇതും എയ്തർ ഓർ കേസ് ആണ്. സോ ഇങ്ങനെ എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫിന്റെ പകരം ഇവിടെ ഇന്ന് കൊടുക്കാം. ഇവിടെ എഫിന്റെ പകരം നിങ്ങൾക്ക് ഇന്ന് കൊടുത്തിട്ട് നോക്കാം, കൊടുത്തിട്ട് ആൻസർ ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നു വരേണ്ടത്. സെപ്പറേറ്റ് ഗ്രേറ്റർ ദാൻ എന്നും ഈക്വൽ എന്ന് പറഞ്ഞാലും തെറ്റാണ്. പക്ഷെ ഇത് ഏതർ വൺ ഓർ ടു എന്നാണ് ആൻസർ വരേണ്ടത്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ഒന്നെങ്കിൽ സി ഇയെക്കാട്ടിലും വലുതായിരിക്കും, അല്ലെങ്കിൽ സി ഇയും ഈക്വൽ ആയിരിക്കും. സോ ഏതർ വൺ ഓർ ടു ഫോളോസ് ആണ് ഇവിടുത്തെ ആൻസർ. ഇതും ഏതർ ഓറിന്റെ ഒരു കേസാണ്. കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഏതർ ഓറിന്റെ രണ്ടാമത്തെ കേസാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇറേസ് ചെയ്യാണ്. സോ ഏതർ ഓറിന്റെ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞു, അത് സിമ്പിൾ ആണ്. സെക്കൻഡ് കേസ് ഇതുപോലെയാണ്. ഇനി ഒരു കേസും കൂടി ഉണ്ട്, തേർഡ് കേസ്, ഏതർ ഓറിന്റെ മൂന്നാമത്തെ കേസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതർ ഓറിന്റെ മൂന്നാമത്തെ കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചു. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഗ്രേറ്റർ ദാൻ ജി. ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ, എ ഗ്രേറ്റർ ദാൻ ഇ. ഇങ്ങനെയാണ് കൺക്ലൂഷൻ എങ്കിൽ ഇത് ഫോളോ ചെയ്യുമോ ഇല്ലയോ? ഇത് ഒറ്റ കൺക്ലൂഷനേ ഉള്ളൂ. ഇത് ഫോളോ ചെയ്യുമോ ഇല്ലയോ? നിങ്ങൾ പറ, ആൻസർ പറ. എയും ഇയും തമ്മിലാണ് റിലേഷൻ കൊടുത്തേക്കുന്നത്. ഇത് ഫോളോ ചെയ്യുമോ ഇല്ലയോ? എ ഗ്രേറ്റർ ദാൻ ഇ എന്നാ കൊടുത്തേക്കുന്നത്. ഇത് ഫോളോ ചെയ്യുമോ ഇല്ലയോ? പറ. സർ മെസ്സേജ് അയച്ചാൽ മതി. പറഞ്ഞോ, ഫോളോ ചെയ്യുമോ ഇല്ലയോ? ഇയെക്കാട്ടിലും വലുതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞേക്കാണ്, എ ഗ്രേറ്റർ ദാൻ ഇ. ഇത് ഫോളോ ചെയ്യുമോ ഇല്ലയോ? നമുക്ക് ആൻസർ ഇല്ലേ? എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് നോ റിലേഷൻ. ഫോളോ ചെയ്യത്തില്ല എന്നാണ് പഞ്ചമി പറഞ്ഞേക്കുന്നത്. ശരിയാണ്. നോക്കിക്കേ, എ ഇതാ ഇവിടെ കിടക്കുന്നു, ഇ ഇവിടെ കിടക്കുന്നു. എയിൽ നിന്ന് നമുക്ക് ഇയിലെത്തണം. ആ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലെത്താം, ബി കടത്തി വിട്ടു സിയിലെത്താം, സിയിൽ നിന്ന് ഡിയിലെത്താം, ഡിയിൽ നിന്ന് ഇയിലെത്താൻ പറ്റുമോ? ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനായി. ഇത് ഇങ്ങനെയാണ് വന്നെങ്കിൽ ഡിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇയിലെത്താൻ പറ്റില്ല. ഓക്കെ, ഇനി മറ്റ് രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ഓക്കെ, രണ്ടുപേരുടെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ്, അതായത് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലുള്ള സിമ്പിൾസും ഉണ്ട്, അങ്ങോട്ടുള്ള ഇൻഇക്വാലിറ്റി സിമ്പിളും ഉണ്ട്. അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല, എന്ത് പറഞ്ഞാലും തെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്, കറക്റ്റ് ആണ്, തെറ്റാണ്. സോ കൺക്ലൂഷൻ 1 ഇതാണ്. ഇനി കൺക്ലൂഷൻ 2, സെയിം സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺക്ലൂഷനും കൂടി ഉണ്ട്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഇത് തന്നെയാണ് ഓപ്ഷൻ എന്ന് വെച്ചോ. ഓപ്ഷൻ എ ഓൺലി 1 ഫോളോസ്, ഓപ്ഷൻ ബി either 1 or 2 ഫോളോസ്, ഓപ്ഷൻ സി ഓൺലി 2 ഫോളോസ്, ഓപ്ഷൻ ഡി ബോത്ത് ഫോളോ,
ഓപ്ഷൻ ഇ നെയ്തർ വൺ നോർ ടു ഫോളോസ്. ഇതിലപ്പോ എന്തായിരിക്കും ആൻസർ? ഇതും ഞാൻ എയും ഇയും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എയും ഇയും ഗ്രേറ്റർ ദാൻ ഇ തന്നിട്ടുണ്ട്. സെക്കൻഡ് കൺക്ലൂഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ? എന്തായാലും നെയ്തർ നോർ വരുമോ? ഇപ്പം രണ്ടിടത്തും എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എയും ഇയും തമ്മിൽ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വേണം വരേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും നേരം പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എയും ഇയും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾ വന്നിട്ടുണ്ട്. സോ അവ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം തെറ്റായിരിക്കും. രണ്ടും തെറ്റാണ്. നെയ്തർ നോർ എന്ന് വേണം വരാൻ. ഇങ്ങനെ വരും നിങ്ങളുടെ ആൻസർ. നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ചത് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ വേണം വരാൻ. പക്ഷെ ഇവിടെ ആൻസർ നെയ്തർ നോർ അല്ല. ഇവിടെ എയ്തർ ഓർ ആണ് ആൻസർ. ഞാൻ പറഞ്ഞില്ലേ ഇത് എയ്തർ ഓറിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് എയ്തർ ഓർ വന്നത്? നമുക്ക് രണ്ടുപേര് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. എയും ഇയും തമ്മിൽ നമുക്ക് ഒരു റിലേഷനും പറയാൻ പറ്റുന്നില്ല, അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള സിമ്പിൾസ് വന്നു അവരുടെ ഇടയിൽ. അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഓക്കെ, രണ്ടുപേര് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അതിന്റെ മീനിങ് എന്താ? നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റുന്നില്ല, നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർ തമ്മിലുള്ള റിലേഷൻ. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇയാൾ രണ്ടുപേരുണ്ട് ഇപ്പൊ എയും ഇയും. ഇപ്പൊ ഇവരുടെ ഹൈറ്റ് ആണ്, ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്നത്, ഇപ്പൊ ഇവരുടെ ഹൈറ്റ് ആണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചു എയും ഇയും. ഒന്നെങ്കിൽ എ ഇയെക്കാട്ടിലും വലുതായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ എ ഇയെക്കാട്ടിലും ചെറുതായിരിക്കും. ഇതുമല്ലെങ്കിലോ ഇവര് തമ്മിൽ ഈക്വൽ ഹൈറ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ എ ഇയെക്കാട്ടിലും ഹൈറ്റ് കൂടുതലായിരിക്കും, വലുതായിരിക്കും. അല്ലെങ്കിൽ എ ഇയെക്കാട്ടിലും ഹൈറ്റ് കുറവായിരിക്കും. അതുമല്ലെങ്കിൽ ഇവരുടെ ഈക്വൽ ഹൈറ്റ് ആയിരിക്കും. ഈ മൂന്ന് റിലേഷൻ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ രണ്ടുപേര് തമ്മിൽ. രണ്ടുപേരെ കുറിച്ച് നമുക്ക് ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ മീനിങ് എന്താ? അവർ തമ്മിൽ എന്തായാലും ഏതെങ്കിലും റിലേഷൻ കാണും. മൂന്ന് റിലേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും. ഒന്നെങ്കിൽ ഇയെക്കാട്ടിലും വലുതായിരിക്കണം, അല്ലെങ്കിൽ എ ചെറുതായിരിക്കണം, അതുമല്ലെങ്കിൽ എ ഈക്വൽ ആയിരിക്കണം. സോ ഈ മൂന്ന് റിലേഷനും നിങ്ങളുടെ കൺക്ലൂഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതർ ഓർ കേസ് ആയിട്ട് എടുക്കാം. ഏതർ ഓർ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. കൺക്ലൂഷൻ നോക്കിക്കേ. എ ഇയെക്കാട്ടിലും വലുതാണെന്നാണ് ആദ്യത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷനോ എ ഇയെക്കാട്ടിലും ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. സോ വലുതാണ്, ചെറുതാണ്, ഈക്വൽ ആണ്. ഈ മൂന്ന് റിലേഷനും തന്നിട്ടുണ്ടല്ലോ കൺക്ലൂഷനിൽ. സോ ഈ മൂന്ന് റിലേഷനും വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? എയ്തർ വൺ ഓർ ടു ഫോളോസ് വരും. എയ്തർ ഓർ ആണ് ഇതിന്റെ ആൻസർ. എയ്തർ വൺ ഓർ ടു ഫോളോസ്. ഇത്രയേ ഉള്ളൂ. രണ്ടുപേര് തമ്മിൽ നിങ്ങൾക്ക് റിലേഷൻ ഒന്നും ഇല്ല, റിലേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അവർ തമ്മിൽ ആകെപ്പാടെ മൂന്ന് റിലേഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളെക്കാട്ടിലും വലുതായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളെക്കാട്ടിലും ചെറുതായിരിക്കും, അതുമല്ലെങ്കിൽ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും ഈക്വൽ ആയിരിക്കും. ഈ മൂന്ന് റിലേഷനും അവർ കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആൻസർ. സോ എയ്തർ ഓർ വരും ആൻസർ. എയ്തർ വൺ ഓർ ടു ഫോളോസ്. സോ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ മൂന്ന് റിലേഷനും വന്നിരിക്കണം. മൂന്ന് റിലേഷൻ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെയാണെങ്കിലോ, ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ഇ, ഫസ്റ്റ് കൺക്ലൂഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ. മൂന്ന് റിലേഷനും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗ്രേറ്റർ ആണെന്നുള്ളത് വന്നിട്ടുണ്ട്, ഇവിടെയും ഗ്രേറ്റർ ആണ്, ഈക്വൽ ആണ്. സോ രണ്ട് റിലേഷനെ വന്നിട്ടുള്ളൂ. സോ ഇത് ഏതർ ഓർ കേസ് വരത്തില്ല. ഇത് നെയ്തർ നോർ തന്നെ ആയിരിക്കും. ഇത് നെയ്തർ നോർ ആയിരിക്കും. മൂന്ന് റിലേഷനും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതർ ഓർ കേസ് പറയാൻ പറ്റൂ. സോ ഈ ഏതർ ഓർ ഇമ്പോർട്ടന്റ് ആണ്. ഏതർ ഓറിന്റെ മൂന്ന് കേസും നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഞ്ചേൽ ചെയ്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെന്റ്സ് എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ആർ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എസ് ഗ്രേറ്റർ ദാൻ ക്യൂ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ. അത് അടുത്ത സ്റ്റേറ്റ്മെന്റ്.
കൺക്ലൂഷൻ എസും വൈയും തമ്മിലുള്ള കൺക്ലൂഷൻ ആണ് ആദ്യമേ കൊടുത്തേക്കുന്നത്. എസിൽ നിന്ന് വൈയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അടുത്തത് ആറിൽ നിന്നും ക്യൂയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോ നിങ്ങൾക്ക് ഇതിനെ ഇതിലിട്ട് തന്നെ സ്ക്രീനിൽ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെയും കൂടി ഒന്നായിട്ട് കമ്പൈൻ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. കോമൺ പാർട്ട് എടുത്ത് കമ്പൈൻ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുള്ളത്. ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ടോപ്പിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സിമ്പിളുമാണ്, എല്ലാ ആൻസറും ചെയ്യാനും പറ്റും. ഓൺലൈൻ ക്ലാസ്സിൽ അത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും നോക്കാം, മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് ഇന്ന്. ഓഫ്ലൈനിൽ നമുക്ക് 3 മണിക്കൂറിൽ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതാണ്. 3 മണിക്കൂർ, നമുക്കിപ്പോ 2 മണിക്കൂറേ ഉള്ളൂ ക്ലാസ്. 50 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, പറ്റുന്നത്രയും ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും പല രീതിയിലായിരിക്കും പഠിപ്പിച്ചേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അല്ലാണ്ട് ഇതിനെ കമ്പൈൻ ചെയ്ത് ഇപ്പൊ 2 സിമ്പിൾ മാത്രം വെച്ച് അതിലേത് വരും, അടുത്ത 2 കമ്പൈൻ ചെയ്ത് അതിലേത് വരും, അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതുണ്ട്. അതിന്റെ ആവശ്യമില്ല. അത് ഒരുപാട് സമയം പോത്തതേ ഉള്ളൂ, വെറുതെ സമയം പോത്തേ ഉള്ളൂ. അതിന്റെ ഒരു ആവശ്യമില്ല. ബി പറഞ്ഞിട്ടുണ്ട് പഞ്ചമി, നമുക്ക് നോക്കാം. രണ്ടാമത്തെ മാത്രം ഫോളോ ചെയ്യും. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ഈ സ്ക്രീനിലോട്ട് നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് നോക്കുക, കൺക്ലൂഷൻ നോക്കുക. കൺക്ലൂഷൻ എന്താ കൊടുത്തേക്കുന്നത്? എസ് വൈയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് എസിൽ നിന്നും, എസിന്റെ നേരെയാണ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത് അല്ലെ, സിമ്പിൾ ഓപ്പൺ ചെയ്തേക്കുന്നത് എസിന്റെ നേരെയാണ്. എസിൽ നിന്നും നമുക്ക് വൈയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ എസ് എവിടെ കിടക്കുന്നത്? എസ് ഇവിടെയാണ്. എസ് ഇവിടെ ഉണ്ട്, വൈ ദ ഇവിടെയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ആരാണെന്ന് നോക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് സെന്റൻസും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആരാ? ഇതിനകത്ത് എ ഉണ്ട്, ഇതിനകത്ത് എ ഉണ്ട്. സോ നമുക്ക് ആദ്യമേ എസിൽ നിന്ന് എയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ദെൻ എയിൽ നിന്നും വൈയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ വേണം നോക്കാം. ഓക്കെ, ആദ്യമേ നമുക്ക് എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എസ് ഇവിടെ ഉണ്ട്. എസിൽ നിന്നും ക്യൂയിൽ എത്താൻ പറ്റും. എസിന്റെ നേരെ ഓപ്പൺ ചെയ്തേക്കോ അല്ലെ, ക്യൂവിൽ എത്താൻ പറ്റും. ക്യൂവിൽ നിന്നും കടത്തിവിടെ മെയിലും എത്താൻ പറ്റുന്നുണ്ട്. സോ എസിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് മെയിൽ എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഇവിടുത്തെ എയിൽ നിന്നും വൈയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുമോ? എയിൽ നിന്ന് വൈയിൽ എത്താൻ പറ്റുമോ? ഇല്ല, ഇവിടെ തന്നെ സ്റ്റോപ്പ് ആണ്. ഇങ്ങനെ തിരിഞ്ഞിരുന്നാൽ ഇത് കടത്തിവിടത്തില്ല. ഇതിന്റെ നേരെയല്ല ഓപ്പൺ ചെയ്തേക്കുന്നതെങ്കിൽ ഇത് കടത്തിവിടത്തില്ല. സോ എയിൽ നിന്ന് നമുക്ക് ഒരിക്കലും വൈയിൽ എത്താൻ പറ്റില്ല. വിച്ച് മീൻസ് എസിൽ നിന്ന് വൈയിൽ എത്താൻ പറ്റില്ല. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. മനസ്സിലായോ എങ്ങനെയാ ചെയ്തേക്കുന്നതെന്ന്? അടുത്ത കൺക്ലൂഷൻ നോക്കിക്കേ. അടുത്തത് ആരൊക്കെ തമ്മിലാ? ആറിന്റെ നേരെയാണ് സിമ്പിൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ആറിൽ നിന്നും ക്യൂയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ആറിൽ നിന്നും ക്യൂയിൽ എത്തണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിലാണ് ആറ് കിടക്കുന്നത്. കണക്ഷൻ വരുന്ന ആരൊക്കെ തമ്മിൽ? ആറിൽ നിന്നും നമുക്ക് എയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ദെൻ എയിൽ നിന്നും ക്യൂയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ആറിൽ നിന്നും എയിൽ എത്താൻ പറ്റും. ഓപ്പൺ ചെയ്തേക്കുമല്ലേ, ആറിൽ നിന്നും എയിൽ എത്താൻ പറ്റും. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാ. എയിൽ നിന്നും ക്യൂവിലും എത്താൻ പറ്റും. ഈക്വൽ ആകുമ്പോൾ കടത്തിവിടും. സോ ആറിൽ നിന്ന് ഞാൻ എയിലെത്തി, എയിൽ നിന്ന് ക്യൂവിലും എത്തുന്നുണ്ട്. സോ എനിക്ക് പോവാൻ പറ്റും, കടത്തിവിടും. ഇനി പോയ വഴിക്ക് ഇമ്പോർട്ടൻസ് ആർക്കാണ്? പ്രയോറിറ്റി അനുസരിച്ച് ആർക്കാ കൊടുക്കേണ്ടത്? ആർ ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു ക്യൂ. ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ തന്നെ ആയിരിക്കും പറയേണ്ടത്. സോ ഇവിടെയും ഗ്രേറ്റർ ദാൻ തന്നെയാണ് വന്നേക്കുന്നത്. സോ ആൻസർ ആർ ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് വരും. ഓപ്ഷൻ ബി, രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രം ഫോളോ ചെയ്യും. നിങ്ങൾ ഇതല്ലാണ്ട് ഇതിനെ കമ്പൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യമേ ആർ ദാ ഇവിടെ ഉണ്ട്, ആർ ഗ്രേറ്റർ ദാൻ എ ഇങ്ങനെ വരും. ഇനി എ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എ ഇവിടെ കിടക്കുന്നു, എ ഈസ് ഈക്വൽ ടു ക്യൂ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കണം. സ്റ്റേറ്റ്മെന്റ് ആക്കിയതിനു ശേഷം ആറും ക്യൂവും തമ്മിലുള്ള റിലേഷൻ നോക്കണം.
ഗ്രേറ്റർ ദാനും ഈക്വലും വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഗ്രേറ്റർ ദാൻ ആണ്. സോ ആൻസർ ആർ ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് വരും. അങ്ങനെ തന്നെയാണ് സെക്കൻഡ് കൺക്ലൂഷൻ കൊടുത്തേക്കുന്നത്. സോ അത് ഫോളോ ചെയ്യും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെന്നിന്റെയും പേപ്പറിന്റെയും ആവശ്യം വരും. ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആൻസർ എന്താ? ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ബി. ബി പറഞ്ഞാൽ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിത് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കി ഞാൻ ഈ PPT നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഈ ടോപ്പിക്കൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. വെറുതെ എന്താ എപ്പോഴും നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ ആ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇൻഇക്വാലിറ്റി. ആൻസർ കിട്ടിയോ? 2 കൺക്ലൂഷൻ ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 2 കൺക്ലൂഷൻ. എന്തൊരു ആൻസർ? എ. ഇപ്പൊ സ്പീഡായി തുടങ്ങി. ആൻസർ എ. കറക്റ്റ് ആണ്. നോക്കാം. നിങ്ങൾ നോക്കിക്കേ, ബാക്കിയുള്ളവർ നോക്കിക്കേ. പിയും ഡിയും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തേക്കുന്നത് അല്ലെ. നമുക്ക് പിയിൽ നിന്നും ഡിയിൽ എത്തണം. ഇങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്. പിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. വിച്ച് മീൻസ് പിയിൽ നിന്നും ഡിയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ പി ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പി ഉണ്ട്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും പി ഉണ്ട്. പിയിൽ നിന്ന് ഡിയിൽ എത്തണമെങ്കിൽ ഏത് വഴി പോകുന്നതായിരിക്കും നല്ലത്? ഇവിടെ ഡി ഉണ്ട്, ഈ സ്റ്റേറ്റ്മെന്റിൽ ഡി കിടപ്പുണ്ട്. കണക്ട് ചെയ്യുന്നത് ഏതായിരിക്കും? പിയിൽ നിന്ന് നിങ്ങൾക്ക് സിയിലല്ലേ ആ കണക്ഷൻ ഉള്ളൂ. സിയിൽ നിന്ന് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സെക്കൻഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. പിയിൽ നിന്ന് ഞാൻ ബിയിലെത്തി, കടത്തി വിട്ടു. പിയിൽ നിന്നും ബിയിലെത്തി, ബിയിൽ നിന്നും സിയിലും എത്തി. ഇനി സി വരുന്നത് അടുത്ത സ്റ്റേറ്റ്മെന്റിലാണ്. സിയിൽ നിന്നും ഡിയിലും എത്താൻ പറ്റുന്നുണ്ട്. സോ പിയിൽ നിന്നും എനിക്ക് ഡിയിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ ചെയ്തത്? പിയിൽ കടത്തി വിട്ടു, ബിയിലെത്തി. ബിയിൽ നിന്നും ഞാൻ സിയിലെത്തി. ഇനി സി വരുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. സിയിൽ നിന്നും ഇനി വൈയിലോട്ട് എത്താൻ പറ്റില്ല. എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ആണ്. സി സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ വെച്ച് സി സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ സി വരുന്ന എവിടെ നോക്കാം. ഇവിടെയാണ് സി വരുന്നത്. സിയിൽ നിന്നും എനിക്ക് ഡിയിലും എത്താൻ പറ്റുന്നുണ്ട്. സോ പിയിൽ നിന്നും ഞാൻ ഡിയിലെത്തി. എത്താൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ പോരാ. പോയ വഴിക്ക് റിഫറൻസ് ആർക്കാണെന്ന് കൂടി നോക്കുക. ഞാൻ പിയിൽ നിന്നും ബിയിൽ എത്തിയപ്പോൾ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആയിരുന്നു. സിമ്പിൾ. ബിയിൽ നിന്ന് സിയിൽ എത്തിയപ്പോൾ ഈക്വൽ ടു ആയിരുന്നു. സിയിൽ നിന്ന് ഡിയിൽ എത്തിയപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഇങ്ങനെ സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനാണ്. സോ ആൻസർ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് വേണം വരാൻ. അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഇത് ഫോളോ ചെയ്യും. ആദ്യത്തത് ഫോളോ ചെയ്യും. അടുത്ത നോക്കിക്കേ. അടുത്തത് എന്താ? എനിക്ക് സിയിൽ നിന്നും, സിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സിയിൽ നിന്നും എമ്മിൽ എത്തണം. എമ്മിൽ സി ഇവിടെയാണ്. സി ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. സിയിൽ നിന്ന് എമ്മിൽ എത്തണമെങ്കിൽ നോക്കാം. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിന്ന് ഞാൻ ആദ്യമേ നോക്കുന്നു. സിയിൽ നിന്നും ഞാൻ ബിയിലെത്തി. ബിയിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. സോ ഈ സിയിൽ നോക്കിയിട്ട് കാര്യമില്ല. ഈ സി ഇങ്ങോട്ടാണെങ്കിലും എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. സോ ഈ സി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ സി നോക്കുന്നു. ഈ സിയിൽ നിന്ന് ഞാൻ ഡിയിലെത്തുന്നു. ഓക്കെ, ഡിയിലെത്തി. ഡിയിൽ നിന്ന് എഫിലെത്തി. എഫിൽ നിന്ന് എല്ലിലെത്തി. പിന്നെ എങ്ങോട്ടെങ്കിലും എനിക്ക് പോകാൻ പറ്റുമോ? ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. അതിന്റെ മീനിങ് എന്താ? എനിക്ക് ഒരിക്കലും സിയിൽ നിന്നും
എമ്മിലോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. സോ സി ഗ്രേറ്റർ ദാൻ എം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ ആണ്. ആൻസർ ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ. സിയിൽ നിന്നും എമ്മിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ രണ്ടിടത്ത് സി ഉണ്ട്. ഞാൻ ഈ സിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സി ഇങ്ങോട്ട് കടത്തി വിടത്തില്ല, എങ്ങോട്ടും പോത്തില്ല. ഈ സി ബി വരെ എത്തത്തോളൂ, പിന്നെ എങ്ങോട്ടും പോത്തില്ല, വേറെ ബിയും ഇല്ല. സോ ഞാൻ ഈ സിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഓക്കെ, സിയിൽ നിന്ന് ഞാൻ ഡിയിലെത്തി, ഇവിടെ ഡി ഇല്ല. ഡിയിൽ നിന്ന് ഞാൻ എഫിലെത്തി, എഫ് ഇവിടെ ഇല്ല. എഫിൽ നിന്ന് ഞാൻ എല്ലിലെത്തി, എല്ലും ഇവിടെ ഇല്ല. പിന്നെ എല്ലിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല. സോ അതിന്റെ മീനിങ് സിയിൽ നിന്ന് ഞാൻ ഒരിക്കലും എമ്മിൽ എത്തത്തില്ല. സോ സി ഗ്രേറ്റർ ദാൻ എം എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ആദ്യത്തെ കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, സോ ആൻസർ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഞാൻ പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പാടായിരിക്കും. പക്ഷെ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടതും അതാണല്ലോ. പേപ്പറും പെന്നും എടുക്കാണ്ട് അധികം സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ 3 സ്റ്റേറ്റ്മെന്റ്സും 2 കൺക്ലൂഷനും ഉണ്ട്. ആദ്യത്തെ കൺക്ലൂഷൻ എന്നിൽ നിന്നും എനിക്ക് ജെയിൽ എത്തണം, പറ്റുന്നുണ്ടോ നോക്കുക. സെക്കൻഡ് കൺക്ലൂഷൻ ഓയിൽ നിന്നും യുയിൽ എത്തണം. ആരുടെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അയാളിൽ നിന്നും മറ്റേ ആളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. പെട്ടെന്ന് നോക്കി ആൻസർ പറഞ്ഞേ. എന്തുവരും? ആൻസർ ഓപ്ഷൻ ഇ ആണ് ആൻസർ. രണ്ടും ഫോളോ ചെയ്യത്തില്ല. അങ്ങനെ കിട്ടിയ ആർക്കെങ്കിലും നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ എന്താ? എന്നിൽ നിന്നും ജയിൽ എത്തണം. എന്നിലേക്കല്ലേ ഓപ്പൺ ചെയ്തേക്കുന്നത്, എന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തത്. സോ എന്നിൽ നിന്ന് എനിക്ക് ജയിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത് തന്നെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ജയിൽ എത്താൻ എന്ന് തന്നെയാണ് എഴുതിയത്. ഓക്കെ, എന്നിൽ നിന്നും എനിക്ക് ജയിൽ എത്തണം. സോ ഞാൻ എൻ നോക്കുകയാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്നില്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്നുണ്ട്, തേർഡ് സ്റ്റേറ്റ്മെന്റിലും എന്നുണ്ട്. ഓക്കെ, ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ്, ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ എന്നിൽ നിന്ന് ഞാൻ എമ്മിലെത്തി, പിന്നെ എം എങ്ങും ഇല്ല. സോ ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്നിൽ നിന്ന് ഞാൻ യുയിലെത്തി. ഓക്കെ, എന്നിൽ നിന്ന് യുയിലെത്തി. then ഇവിടെ യു ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ യു ഉണ്ട്. യുവിൽ നിന്നും എക്സിലെത്തി, എക്സിൽ നിന്നും ജയിലെത്തി. എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ പോയ വഴിക്ക് ആർക്കാണ് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലേ? നോക്കിക്കേ, എന്നിൽ നിന്ന് ഞാൻ യുയിലെത്തി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്നിൽ നിന്ന് യുയിലെത്തി. then യു, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ യുവിൽ നിന്നും, യുവിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തത്. യുവിൽ നിന്നും ഞാൻ എക്സിലെത്തി, എക്സിൽ നിന്നും ജയിലും എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ പ്രയോറിറ്റി അനുസരിച്ച് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജെ എന്നായിരുന്നു വരേണ്ടത്. ഇവിടെ എൻ ഗ്രേറ്റർ ദാൻ ജെ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അത് എന്താണ്? തെറ്റാണ്. സോ ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. അടുത്ത നോക്കിക്കേ, അടുത്ത ഓയിൽ നിന്നും എനിക്ക് യുയിൽ എത്തണം. ഓ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇല്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഇല്ല, തേർഡിലും മാത്രമേ ഉള്ളൂ. ഓയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. ഇതാ ഇവിടെ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. എനിക്ക് ഇങ്ങോട്ട് പോകാനേ പറ്റൂ. അതായത് ഓയിൽ നിന്ന് എനിക്ക് എല്ലിൽ എത്താം. പിന്നെ എല്ലുണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എല്ലില്ല, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും എല്ലില്ല. അപ്പൊ എനിക്ക് യുവിൽ എത്താനേ പറ്റില്ല. ഓയിൽ നിന്നും എനിക്ക് ഒരിക്കലും യുവിൽ എത്താൻ പറ്റില്ല. ഇവരെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് തെറ്റാണ്.
സോ രണ്ടും തെറ്റാവുമ്പോൾ എന്താ നമ്മുടെ ആൻസർ പറയേണ്ടത്? നെയ്തർ വൺ നോർ ടു ഫോളോസ്. രണ്ടും തെറ്റാണ്. നെയ്തർ വൺ നോർ ടു ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. രണ്ടെണ്ണം ഉണ്ട്. ഡിയിൽ നിന്ന് ഓയിലെത്തണം, ആറിൽ നിന്നും എന്നിലെത്തണം. ഓക്കെ, ഏ തന്നെയാണ് ആൻസർ. ഞാൻ പറയാം. ആദ്യത്തെ കൺക്ലൂഷൻ എന്താ? ഡിയിൽ നിന്നും എനിക്ക് ഓയിൽ എത്തണം. ഡിന്റെ നേരെയല്ലേ ഓപ്പൺ ചെയ്തേക്കുന്നത്? ഡിയിൽ നിന്നും ഓയിൽ എത്തണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഡി ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഡി ഉണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഡി ഇല്ല. സോ ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എനിക്ക് ഡിയിൽ നിന്ന് ഓയിൽ എത്തണം. ഡിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോയാൽ എക്സിലെത്തി. എക്സ് പിന്നെ എങ്ങും ഇല്ല. പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഞാൻ അപ്പൊ ഇങ്ങോട്ട് പോകും. റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. ഡിയിൽ നിന്ന് ഞാൻ വൈയിലെത്തി. ഓക്കെ, വൈയിൽ നിന്ന് ഞാൻ ആറിലെത്തി. ഇനി ആറ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുണ്ട്. ആറിൽ നിന്നും എനിക്ക് ഓയിൽ എത്തണം. ഓയിൽ എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റോപ്പ് ആണ്. ആറിൽ നിന്നും എനിക്ക് ഒരിക്കലും ഓയിൽ എത്താൻ പറ്റില്ല. സോ വിച്ച് മീൻസ് ഡിയിൽ നിന്നും ഓയിൽ എത്താൻ പറ്റില്ല. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. സെക്കൻഡ് കൺക്ലൂഷനോ? എനിക്ക് ആറിൽ നിന്നും എന്നിലെത്തണം. ആർ ഗ്രേറ്റർ ദാൻ എൻ എന്നാ പറഞ്ഞേക്കുന്നത്. സോ ആറിൽ നിന്നും എന്നിലെത്തണം. ആർ എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ആറുണ്ട്, ഇവിടെയും ആറുണ്ട്. ഈ ആറ് എങ്ങോട്ടും കടത്തി വിടത്തില്ല. കാരണം എന്താ? ഈ ആർ ഇങ്ങോട്ട് പോവോ? ഇല്ല, ഇവിടെ തന്നെ സ്റ്റോപ്പ് ആണ്. സോ ഈ ആറ് എങ്ങോട്ടും കടത്തി വിടത്തില്ല. അപ്പൊ ഞാൻ അടുത്ത ആറ് നോക്കുന്നു. ഈ ആറും അതുപോലെ തന്നെയാണ്. ഈ ആർ ഇങ്ങോട്ട് കടത്തി വിടുവോ? ഇല്ല. തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, ഓപ്പൺ ചെയ്തിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കടന്നു പോകാൻ പറ്റൂ. തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കടത്തി വിടത്തില്ല, സ്റ്റോപ്പ് ആണ്. സോ രണ്ടാറും എങ്ങോട്ടും കടത്തി വിടത്തില്ല. അത് അതിന്റെ മീനിങ് ആറിൽ നിന്നും നമുക്ക് ആറിലേക്കും എത്താൻ പറ്റില്ല. ആറിൽ നിന്നും എന്നിലോട്ട് എത്താൻ പറ്റില്ല. സോ ഇത് തെറ്റാണ്. രണ്ടും തെറ്റാണ്. രണ്ടും തെറ്റാണെങ്കിൽ എന്ത് വരും? നെയ്തർ വൺ നോർ ടു ഫോളോസ്. നെയ്തർ വൺ നോർ ടു ഫോളോസ്. അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും 3 സ്റ്റേറ്റ്മെന്റ് 2 കൺക്ലൂഷൻ. ഓയിൽ നിന്നും എക്സിൽ എത്താൻ പറ്റുന്നുണ്ട്. ഓ ഈക്വൽ ടു എക്സ് എന്നാ പറഞ്ഞേക്കുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ പോയ വഴിക്ക് മൊത്തം ഈക്വൽ വന്നാലേ അങ്ങനെ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓയിൽ നിന്നും എക്സിൽ. ഞാൻ ആറിൽ നിന്നും ഐയിൽ. ഐയിൽ നിന്നും ആറിലല്ല, ആറിൽ നിന്നും ഐയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം.
ഡി പറഞ്ഞിട്ടുണ്ട് പഞ്ചമി. രണ്ടാമത്തെ മാത്രമേ ഫോളോ ചെയ്യൂ. വേറെ ആർക്കും ആൻസർ കിട്ടുന്നില്ല, ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. അത് പറയത്താണോ? ഓക്കെ, നോക്കാം. ഓയിൽ നിന്നും എനിക്ക് എച്ചിലെത്തണം, അതാണ് ആദ്യത്തെ പറഞ്ഞേക്കുന്നത്. ഓ ദാ ഇവിടെ കിടക്കുന്നു, ഇവിടെ മാത്രമേ ഓ ഉള്ളൂ. ഓ ഇങ്ങോട്ട് കടത്തി വിടത്തില്ല, ഇങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഓ ഈക്വൽ ടു സി. ഓയിൽ നിന്ന് ഞാൻ സിയിലെത്തി, പിന്നെ സി ദാ ഇവിടെയാണ്. സിയിൽ നിന്നും എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. സോ ഒരിക്കലും എനിക്ക് ഓയിൽ നിന്നും എക്സിലെത്താൻ പറ്റില്ല. സോ അത് തെറ്റാണ്. അടുത്ത എനിക്ക് ആറിൽ നിന്നും ഐയിലെത്തണം. സെക്കൻഡ് കൺക്ലൂഷൻ എങ്ങനെയാ? ആറിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സോ ആറിൽ നിന്നും ഐയിലെത്തണം. ആറ് ദാ ഇവിടെ ഉണ്ട്. ആറിൽ നിന്നും എനിക്ക് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ആറിൽ നിന്ന് ഞാൻ സിയിലെത്തി. ഓക്കെ, സിയിൽ നിന്നും ഓയിലെത്തി, പിന്നെ എനിക്ക് കാര്യമൊന്നുമില്ല. സോ ഞാൻ ഇങ്ങോട്ട് പോവാൻ, റൈറ്റ് സൈഡിലോട്ട് പോവാൻ. ആറിൽ നിന്നും ഞാൻ എച്ചിലെത്തി. ഓക്കെ, ഇനി എച്ച് എവിടെ ഉണ്ടെന്ന് നോക്കാം. എച്ച് തേർഡ് സ്റ്റേറ്റ്മെന്റിലുണ്ട്. എച്ചിൽ നിന്നും ഞാൻ എല്ലിലെത്തി, എല്ലിൽ നിന്നും ഐയിലും എത്തി. സോ എനിക്ക് ആറിൽ നിന്നും ഐയിൽ എത്താൻ പറ്റുന്നുണ്ട്. പോയ വഴിക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഗ്രേറ്റർ ദാൻ വേണം വരാൻ. ആർ ഗ്രേറ്റർ ദാൻ ഐ എന്ന് വരും. അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നേ? അതിന്റെ നേരെയല്ലേ ഓപ്പൺ ചെയ്തേക്കുന്നത്? ആർ ഗ്രേറ്റർ ദാൻ ഐ ആണ്. സോ ഇത് കറക്റ്റ് ആണ്, ഫോളോ ചെയ്യും. ആൻസർ ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി പറഞ്ഞത് കറക്റ്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അത് ആ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പാടായിരിക്കും. ട്രിക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ഇതിലും എളുപ്പവഴി ഒന്നും ഇല്ല. ഇതാണ് ഏറ്റവും നല്ല ട്രിക്ക് ഈ ഇനിക്വാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് പറഞ്ഞു? ബി. ഓക്കെ, ആറിൽ നിന്നും എനിക്ക് വൈയിൽ എത്തണം. രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഇവിടെയാണ് ആറുള്ളത്. ഓക്കെ, ഞാൻ ആറിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്താണ് സ്റ്റോപ്പാണ്. എനിക്ക് ആറിൽ നിന്നും പിയിൽ എത്താൻ പറ്റുന്നുണ്ട്. ഇനി പി ഇവിടെയാണ്. പിയിൽ നിന്ന് വൈയിൽ എത്താൻ പറ്റുമോ? ഇല്ല, പിന്റെ ഇവിടെ തന്നെ സ്റ്റോപ്പാണ്. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. അടുത്തത് ജെയിൽ നിന്നും എനിക്ക് ഓയിൽ എത്തണം. ജെ ഇവിടെയുണ്ട്. ജെയിൽ നിന്ന് ഞാൻ ആറിലെത്തി, ആറിൽ നിന്ന് ഞാൻ പിയിലെത്തി. ഇനി പി ഇവിടെയുണ്ട്. പിയിൽ നിന്ന് ഞാൻ ഓയിലും എത്തി. എനിക്ക് ജെയിൽ നിന്ന് ഓയിൽ പോകാൻ പറ്റും. ജെയിൽ നിന്നും പോയ വഴിക്ക് പ്രിഫറൻസ് അനുസരിച്ച് ഗ്രേറ്റർ ദാനും വേണം വരാൻ. ഗ്രേറ്റർ ദാൻ ആണ് വന്നേക്കുന്നത്. ജെ ഗ്രേറ്റർ ദാൻ ഓ. സോ കൺക്ലൂഷൻ 2 ഫോളോസ് കറക്റ്റ് ആണ്. നിങ്ങൾ അല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ജെ ഉണ്ട്. ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജെക്ക് നേരെ ഓപ്പൺ ചെയ്തേക്കാണ്. ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ വരും. ഇനി ആറിന്റെ നേരെ ഓപ്പൺ ചെയ്തേക്കാണ്. ആർ ഗ്രേറ്റർ ദാൻ പി. പിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എവിടാന്ന് നോക്കുക. പി ഇവിടെ ഉണ്ട്. പി പി ഓ റിലേഷൻ ആണ് വേണ്ടത്. സോ പി ഈക്വൽ ടു ഇങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കി വേണം ചെയ്യാൻ. ഇനി ജെയും ഓയും തമ്മിലുള്ള റിലേഷൻ നോക്കുക. ജെയും ഓയ്ക്കും ഇടയിലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഗ്രേറ്ററിനാണ് പ്രയോറിറ്റി. സോ ജെ ഗ്രേറ്റർ ദാൻ ഓ എന്ന് വേണം വരാൻ. ഇതാണ് സെക്കൻഡ് കൺക്ലൂഷനിൽ വന്നേക്കുന്നത്. ഇങ്ങനെ എഴുതി ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആക്കിയതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് ഞാൻ മറ്റേ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല.
ജെയിൽ നിന്ന് ജെയും ഓയും. സോ നിങ്ങൾ ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ജെയിൽ നിന്ന് ആറിൽ നിന്ന് പി, ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പി എവിടെയാ നോക്കുക, പിയിൽ നിന്ന് ഓയിൽ വരെ എത്തുന്ന രീതിയിൽ നിങ്ങൾ വരച്ച് നോക്കി എഴുതിയതിനു ശേഷം പ്രയോറിറ്റി ചെക്ക് ചെയ്തിട്ടൊക്കെ ആൻസർ എടുക്കുക. മറ്റേ മെത്തേഡ് ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം മറ്റേ മെത്തേഡ് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല. അത്രയും സമയം വേസ്റ്റ് ആണ്. ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം. ഓക്കെ, ടിയിൽ നിന്നും എനിക്ക് ആറിലെത്തണം. ഓക്കെ, ടി ഇതാ ഇവിടെയുണ്ട്. ടിയിൽ നിന്നും ഞാൻ ഡിയിലെത്തി, കടത്തി വിട്ടു. ഡിയിൽ നിന്നും പിയിലെത്തി. ഓക്കെ, ഇനി പി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഇവിടെയാണ്. പിയിൽ നിന്നും എനിക്ക് ആറിലെത്താൻ പറ്റുന്നുണ്ട്. പോയ വഴിക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഗ്രേറ്റർ വരും. സോ ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. ഇങ്ങനെ വരും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ടി ഗ്രേറ്റർ ദാൻ ഡി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പിയും ആറും, പി ഈസ് ഈക്വൽ ടു ആർ. സോ എനിക്ക് ടിയും ആറും തമ്മിലുള്ള റിലേഷൻ എന്ത് വരും? ഇവരുടെ ഇടയിൽ ഇത്രയും സിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ് ഇമ്പോർട്ടൻസ്. ടി ഗ്രേറ്റർ ദാൻ ആർ എന്ന് വരും. സോ ഇത് ഫോളോ ചെയ്യും. അടുത്ത ഡിയും എഫുമാണ്. ഡിയിൽ നിന്നും എനിക്ക് പിയിലെത്താം. പിയിൽ നിന്ന് എഫിലെത്താൻ പറ്റുമോ? ഇത് കടത്തി വിടത്തില്ല. സോ ഇത് തെറ്റാണ്. അല്ലാണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഡി എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് വരും. ദെൻ പി ലെസ് ദാൻ ആണ്. പിന്റെ നേരെ ഓപ്പൺ ചെയ്തേക്കും അല്ല. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വരും. ഇങ്ങനെ ഓപ്പോസിറ്റ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും തെറ്റാണ്. സോ ഇത് തെറ്റെന്ന് വരും. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ രീതി ആകുമ്പോൾ നിങ്ങൾക്ക് പെൻ യൂസ് ചെയ്യേണ്ടി വരത്തില്ല, എടുത്ത് എഴുതേണ്ടി വരത്തില്ല. ഓക്കെ, സോ ആൻസർ ഡി. എന്താ ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രം ഫോളോ ചെയ്യും. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. C1 C2 എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ 1 കൺക്ലൂഷൻ 2. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സി ലെസ് ദാൻ ഡി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഡി, എ ഈക്വൽ ടു ഇ. 4 ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ്സ്, 2 കൺക്ലൂഷൻ. എന്തൊരു ആൻസർ നോക്കാം നമുക്ക്. ഓക്കെ, എനിക്ക് ബിയിൽ നിന്നും സിയിലെത്തണം. ദാണ്ട് ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. ഈ ബി എങ്ങോട്ടും കടത്തിവിടില്ല. ബി ലെസ് താൻ അല്ലേ കിടക്കുന്നത്. ലെസ് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് ഇത് നേരെയല്ല ഓപ്പൺ ചെയ്തേക്കുന്നതെങ്കിൽ ഇതുവരെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇനി നമ്മൾ അടുത്ത ബി നോക്കാം. ഈ ബി എനിക്ക് കടത്തി വിടും. ബിയിൽ നിന്ന് എനിക്ക് ഡിയിൽ എത്താൻ പറ്റും. ഇനി ഡി എവിടെയുണ്ട്? ഡി ഇവിടെയുണ്ട്. ഡിയിൽ നിന്ന് സിയിലും എത്താൻ പറ്റും. അതായത് ബി ഗ്രേറ്റർ ദാൻ ഡി,
ഗ്രേറ്റർ ദാൻ സി ഇങ്ങനെ വരും. കമ്പൈൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. സോ പോയ വഴിക്ക് പ്രിഫറൻസ് അനുസരിച്ചാണെങ്കിലും ഗ്രേറ്റർ ദാൻ തന്നെ വരും. ഈ ഗ്രേറ്റർ ദാൻ സി ഫോളോ ചെയ്യും. അടുത്ത എനിക്ക് ഡിയിൽ നിന്ന് മെയിലെത്തണം. ഡിയിൽ നിന്ന് മെയിലെത്തണം. ഓക്കെ, ഞാൻ ഈ ഡി നോക്കുകയാണെങ്കിൽ ഈ ഡിയിൽ നിന്ന് ഞാൻ സിയിലെത്തി. ഓക്കെ, ഇൻ സി എങ്ങും ഇല്ലല്ലോ. സോ എനിക്ക് ഈ ഡിയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഡിയിൽ നിന്ന് എത്താൻ പറ്റില്ല. അടുത്ത ഈ ഡിയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ ഈ ഡി എങ്ങോട്ടും പോകത്തില്ല. ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ആണ്. സോ ഈ രണ്ട് ഡിയിൽ നിന്ന് തുടങ്ങിയാലും എനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. സോ ഈ പറഞ്ഞേക്കുന്നത് തെറ്റാണ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓൺലി C1 ഫോളോസ് ആണ് ആൻസർ. ബി, ഓപ്ഷൻ ബി. നോട്ട് ചെയ്തേക്കണേ, ഞാൻ മാറ്റുവാണ് സ്ലൈഡ്. ഓക്കെ, നെക്സ്റ്റ് 14 ടോസ്റ്റ്. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് കൺക്ലൂഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടി ഗ്രേറ്റർ ദാൻ നോട്ട് ഗ്രേറ്റർ ദാൻ യു എന്നാ കൊടുത്തേക്കുന്നത്. ടിയും യു ടി ഇപ്പൊ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, കുറെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ടിയും യുവും തമ്മിലുള്ള റിലേഷൻ ടി യുവിനെക്കാട്ടിലും വലുതല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. എന്തുവരും ആൻസർ? ഓക്കെ, ആദ്യത്തെ കൺക്ലൂഷൻ ബിയിൽ നിന്നും ഡബ്ല്യൂയിൽ എത്തണം. ബി എവിടെ? ബി ഇവിടെ, ഡബ്ല്യു ഇവിടെ. ബിയിൽ നിന്നും ടിയിലെത്തി, ക്യൂയിലെത്തി, എന്നിലെത്തി, ഡബ്ല്യൂയിലെത്തി. ഓക്കെ, പറ്റുന്നുണ്ട്. പോയ വഴിക്ക് പ്രിഫറൻസ് അനുസരിച്ച് വിന്റെ നേരെയാണ് ഓപ്പൺ ചെയ്തേക്കേണ്ടത് അല്ലേ? വി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു, ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. അവർ കൊടുത്തേക്കുന്നത് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നാണ്. പ്രിഫറൻസ് അനുസരിച്ച് ഗ്രേറ്റർ ദാൻ ആണ് വരേണ്ടത്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ല. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. അടുത്തതോ, അടുത്ത ടിയും യുവും തമ്മിലുള്ള റിലേഷൻ. ടിയും യുവും തമ്മിൽ ആക്ച്വലി എന്താ റിലേഷൻ? ടി ഇവിടെ, യു ഇവിടെ. ടിയും യുവും തമ്മിലുള്ള റിലേഷൻ വരേണ്ടത് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്നാണ് അല്ലേ? കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. അങ്ങനെ വന്നാൽ പ്രിഫറൻസ് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് കൊടുക്കും. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ തിരിച്ചു ചെയ്യാം. യുവും ടിയും തമ്മിലുള്ള റിലേഷൻ, യുവിൽ നിന്നും വിയിൽ എത്താൻ പറ്റും, വിയിൽ നിന്നും ടിയിൽ എത്താൻ പറ്റും. പോയ വഴിക്ക് പ്രിഫറൻസ് വെച്ചിട്ടാണെങ്കിൽ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി എന്നായിരുന്നു വരേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിന്റെ മീനിങ് എന്താ? ഒന്നെങ്കിൽ യു ടീനെക്കാട്ടിലും വലുതായിരിക്കണം, അല്ലെങ്കിൽ യു ടിയുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഒരിക്കലും യു ലെസ് ദാൻ ടി എന്നുള്ളത് വരത്തില്ല. യു ലെസ് ദാൻ ടി എന്നുള്ളത് വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ തിരിച്ചിടുകയാണെങ്കിൽ എന്താ? ടി ഗ്രേറ്റർ ദാൻ യു എന്നുള്ളത് ഒരിക്കലും വരത്തില്ല. ഇത് തെറ്റാണ്. അങ്ങനെയല്ല അവർ കൊടുത്തേക്കുന്നത്. ടി ഗ്രേറ്റർ ദാൻ യു എന്നുള്ളത് തെറ്റാണ്. ടി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ യു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണ്. ഒരിക്കലും ടി യുവിനെക്കാട്ടിലും വലുതാന്ന് വരത്തില്ല. സോ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. നമുക്ക് ടി ഒന്നെങ്കിൽ യുവിനെക്കാട്ടിലും ചെറുതാണ്, അല്ലെങ്കിൽ ടി ഈക്വൽ ആണ്, ഈ റിലേഷനെ വരത്തോളൂ. ടി ഒരിക്കലും യു ആയിട്ട് വലുതാണെന്ന് വരത്തില്ല. സോ അവർ വരത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നോട്ട് ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി കൺക്ലൂഷൻ, സോറി, ഓപ്ഷൻ എ ആണ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചു വേണേ.
എന്താ ആൻസർ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. ഇത് ഏതർ ഓർ കേസ് ആണ്. ഓക്കെ, നിങ്ങൾ എസിന് പകരം നിങ്ങൾക്ക് ടി എന്ന് കൊടുത്തോളൂ. ഇവിടെ എസും ഡബ്ല്യൂയും ആണ്, ഇത് ഡബ്ല്യൂയും ടിയും ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എസിന് പകരം വേണമെങ്കിൽ ടി എന്ന് കൊടുക്കും. എസ് ഈക്വൽ ടു ടി ആണ്. സോ എസിന് പകരം ഞാൻ ടി എന്ന് കൊടുക്കുന്നു. ഇനി ഒന്ന് നോക്കിക്കേ, ടിയും ഡബ്ല്യൂയും തമ്മിലുള്ള റിലേഷൻ. ടിയും ഡബ്ല്യൂയും തമ്മിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വരേണ്ടത്. അതായത് ഒന്നെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു അല്ലെങ്കിൽ ടി ഈക്വൽ ടു ഡബ്ല്യു. അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. പക്ഷെ ഇത് സെപ്പറേറ്റ് പറഞ്ഞാൽ എന്തായാലും തെറ്റാണ്. നമുക്ക് വരേണ്ടിയിരുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്നാണ്. പക്ഷെ ഇത് എന്താ, ഏതൊരു ഓർ കേസ് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ വരണം അല്ലെങ്കിൽ ഈക്വൽ ടു വരണം. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതർ വൺ ഓർ ടു ഫോളോസ്. ഇത് ഏതർ ഓർ കേസിന്റെ ഏതർ ഓറിന്റെ രണ്ടാമത്തെ കേസാണ് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. എസിന് പകരം ഞാൻ ടി എന്ന് കൊടുത്തു. അപ്പൊ രണ്ടിടത്തും ടിയും ഡബ്ല്യൂയും തന്നെ വന്നു. ഇനി അത് ഏതർ ഓർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഏതർ ഓർ കേസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഏതർ ഓർ കേസ് ചെക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നല്ല 4 എന്താ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 2 കൺക്ലൂഷൻ. ശ്രദ്ധിച്ച് നോക്കി ആൻസർ പറയാം. ഞാൻ പറയാം, നോക്കിക്കേ. എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ കൺക്ലൂഷൻ എന്താ കൊടുത്തേക്കുന്ന, ആറിൽ നിന്നും എനിക്ക് ഐയിലെത്തണം. ആറ് എവിടെയാ നോക്കാം. ഇത് 6 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. 6ൽ നിന്നും ഞാൻ എയിലെത്തി. ഓക്കെ, എ എങ്ങുമില്ല, വേറെ എങ്ങുമില്ല. എയിൽ നിന്നും പിയിലെത്തി. ഓക്കെ, പി ഇതാ ഇവിടെ ഉണ്ട്. പിയിൽ നിന്ന് ഞാൻ ഐയിലും എത്താൻ പറ്റുന്നുണ്ട്. 6ൽ നിന്നും എനിക്ക് എയിലെത്താം, എയിൽ നിന്നും എനിക്ക് പിയിലെത്താം, പിയിൽ നിന്നും എനിക്ക് ഐയിലും എത്താം. പക്ഷെ പോയ വഴിക്ക് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് ആര് വരും? ഗ്രേറ്റർ വരും. ആർ ഗ്രേറ്റർ ദാൻ ഐ എന്ന് വേണം വരാൻ. അവർ കൊടുത്തേക്കുന്നത് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണ്. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. രണ്ടാമത്തെ എന്താ? രണ്ടാമത്തേത് എനിക്ക് എയിൽ നിന്നും എന്നിലെത്തണം. എ ഗ്രേറ്റർ ദാൻ എൻ. എ ഇവിടെയുണ്ട്, ഏതാ ഇവിടെയുണ്ട്. എയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടത്തില്ല, ഇങ്ങോട്ടേ എനിക്ക് പോകാൻ പറ്റും. എയിൽ നിന്ന് ഞാൻ പിയിലെത്തി. പി ഇതാണ്ട് ഇവിടെയുണ്ട്. പിയിൽ നിന്ന് ഞാൻ ഐയിലെത്തി. ഇനി ഐ ഇവിടെയുണ്ട്. ഐയിൽ നിന്നും ജയിലെത്തി, ജയിൽ നിന്നും എന്നിലും എത്തി. പോകാൻ പറ്റുന്നുണ്ട്, എത്തിപ്പെടാം. എത്തുമ്പോൾ പ്രിഫറൻസ് അനുസരിച്ച് ഗ്രേറ്ററും ഉണ്ട്. ഗ്രേറ്റർ ആണ് വന്നേക്കുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ എൻ തന്നെയാണ് ആൻസർ. അതായത് നിങ്ങൾ ഇതിനെ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് സ്റ്റാർട്ട് ചെയ്യണം. എ ഈക്വൽ ടു പി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐ ഈസ് ഈക്വൽ ടു ജെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ജെ ഗ്രേറ്റർ ദാൻ എൻ. ഇങ്ങനെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ എയും എന്നും തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെ കുറെ സിമ്പിൾസ് ഇവരുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സോ നമ്മൾ ആൻസർ എ ഗ്രേറ്റർ ദാൻ എൻ എന്ന് വരും. അത് തന്നെയാണ് അവർ കൺക്ലൂഷനിൽ കൊടുത്തേക്കുന്നത്. ആൻസർ ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇയിൽ നിന്നും എനിക്ക് എമ്മിലെത്തണം. ദെൻ അതേപോലെ ഡിയിൽ നിന്നും എന്നിലെത്തണം.
നോക്കാം. ഇത്രയും സമയത്തിന് ആവശ്യമേ ഉള്ളൂ. ഇയിൽ നിന്ന് എനിക്ക് എമ്മിൽ എത്തണം. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഞാൻ ഇയിൽ നിന്നും ഇങ്ങോട്ടാണ് പോണെങ്കിൽ ഇയിൽ നിന്ന് ആറിലെത്തി, ആറ് എങ്ങോട്ടും കടത്തിവിടത്തില്ല. സോ ഞാൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. ഇയിൽ നിന്നും ഞാൻ ബിയിലെത്തി, ബിയിൽ നിന്നും എമ്മിലും എത്തി പോകാൻ പറ്റുന്നുണ്ട്. അതായത് ഇയിൽ നിന്നും ഈ ഗ്രേറ്റർ ദാൻ ബി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ബി ഈസ് ഈക്വൽ ടു എം ഇങ്ങനെ വരും. സോ ഇതിൽ പ്രിഫറൻസ് അനുസരിച്ച് ഗ്രേറ്റർ ദാൻ വരും, ഈ ഗ്രേറ്റർ ദാൻ എം എന്ന് വരും ആൻസർ. അടുത്ത എനിക്ക് ഡിയിൽ നിന്നും എന്നിലെത്തണം. ഡി എവിടെയുണ്ട്? ഡി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലാണ് ഡി കിടക്കുന്നത്. ഡിയിൽ നിന്ന് ഞാൻ ആറിലെത്തി, പിന്നെ അങ്ങോട്ട് കടത്തി വിടത്തില്ല. ഡിയിൽ നിന്ന് എനിക്ക് ആറിലെത്താനേ പറ്റുന്നുള്ളൂ. ആറ് പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുണ്ടോ? ഇല്ല. സോ എനിക്ക് ഡിയിൽ നിന്നും ആറിലെത്താൻ മാത്രമേ പറ്റൂ. ഡിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് എന്നിലെത്താൻ പറ്റില്ല. ഇവര് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് തെറ്റാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യൂ. Only conclusion one follows. Second option. Next question. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 2 കൺക്ലൂഷൻ. ആറിൽ നിന്നും എനിക്ക് യുയിലെത്തണം. അതേപോലെ ഐയിൽ നിന്നും ഇയിലെത്തണം. എന്താ പറയുക ആൻസർ? നോക്കാം. ആറിൽ നിന്നും എനിക്ക് യുയിലെത്തണം. 2 ആറുണ്ട്. ഞാൻ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആറിൽ നിന്നും ബിയിലെത്തി. ഓക്കെ, ബിയിൽ നിന്നും ഇയിലെത്തി. പിന്നെ ഈ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് ആറിൽ നിന്ന് യുയിലെത്താൻ പറ്റില്ല. ഇതിന് സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ആറിൽ നിന്നും ഞാൻ എന്നിലെത്തി, എന്നിൽ നിന്നും ഐയിലെത്തി, ഐയിൽ നിന്നും യുയിലും എത്തി. പറ്റുന്നുണ്ട്. പോയ വഴിക്ക് പ്രിഫറൻസ് അനുസരിച്ച് ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. സോ ഇത് ഫോളോ ചെയ്യും. ഇത് ഞാൻ തേർഡ് സ്റ്റേറ്റ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ആർ അത് നേരെ ഓപ്പൺ ചെയ്തേക്കാണ്. ആർ ഗ്രേറ്റർ ദാൻ എൻ, എൻ ഗ്രേറ്റർ ദാൻ ഐ എന്ന് വരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഐയുടെ നേരെ ഓപ്പൺ ചെയ്തേക്കാണ്. സോ ഐ ഗ്രേറ്റർ ദാൻ യു എന്ന് വരും. കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. സോ ആറും യുവും തമ്മിലുള്ള റിലേഷൻ ഫുൾ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ തന്നെ വരും. ആൻസർ ആർ ഗ്രേറ്റർ ദാൻ യു. ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. അടുത്ത എനിക്ക് ഐയും ഇയും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. ഐ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സോറി തേർഡിലും ഫോർത്തിലും ഉണ്ട്. ഫോർത്തിൽ ഐ വെച്ചിട്ട് എനിക്ക് യൂസ് ഒന്നുമില്ല, എങ്ങോട്ടും കടത്തി വിടത്തില്ല. ഇത് ക്ലോസ് ചെയ്തേക്കുമല്ലേ, എങ്ങോട്ടും കടത്തി വിടത്തില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഐയിലോട്ട് പോവാണ് ഞാൻ. ഐയിൽ നിന്ന് എനിക്ക് യുവിലെത്താം. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും യു ഉണ്ടോ? ഇല്ല. അതിന്റെ മീനിങ് എന്താ? എനിക്ക് ഐയിൽ നിന്നും ഒരിക്കലും ഇയിലെത്താൻ പറ്റില്ല. സോ ഇത് തെറ്റാണ്. ആൻസർ ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വി ഇസ് ഈക്വൽ ടു എസ് എന്നാ കൊടുത്തേക്കുന്നത്. വിയിൽ നിന്നും എസിലെത്തണം. ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ എം എന്നാ കൊടുത്തേക്കുന്നത്. ക്യൂവിൽ നിന്നും എമ്മിൽ എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. അത് ഭയങ്കര സിമ്പിൾ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാം. എന്ത് വരും നോക്കിക്കേ. ബിയിൽ നിന്നും എനിക്ക് എസിൽ എത്തണം. ബി ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാണ്ട് നിങ്ങൾക്ക് നോക്കാം. ബി താണ്ട് ഇവിടെ, എസ് ഇവിടെ.
ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സിമ്പിൾസ് വന്നു കഴിഞ്ഞു ഇവരുടെ ഇടയ്ക്ക് അല്ലേ, ബിക്കും എസിനും ഇടയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും തെറ്റാണ്, നോ റിലേഷൻ ആണ്, അവർ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ഇനി എനിക്ക് ക്യൂവിൽ നിന്നും എമ്മിൽ എത്തണം. ക്യൂവിൽ നിന്നും എമ്മിൽ എത്താൻ ക്യൂവിൽ നിന്നും ടിയിലെത്തി, അതും അല്ലാണ്ട് നിങ്ങൾക്ക് നോക്കാം, ഇങ്ങോട്ടും കടത്തി വിടത്തില്ല, ഒരിക്കലും ക്യൂവിൽ നിന്ന് എമ്മിൽ എത്തത്തില്ല. അല്ലാണ്ട് നോക്കുകയാണെങ്കിലും ക്യൂവും എമ്മിന്റെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻഇക്വാലിറ്റി സിമ്പിൾസ് വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. സോ രണ്ടും തെറ്റാണ്. ആൻസർ നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. രണ്ടും ഫോളോ ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒറ്റ സ്റ്റേറ്റ്മെന്റും രണ്ട് കൺക്ലൂഷനും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നോക്കിക്കേ, എസിൽ നിന്നും എനിക്ക് ടിയിൽ എത്തണം, അല്ലെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ ടി, അങ്ങനെ വരുമോ? എസ് ഇവിടെ, ടി ഇവിടെ, ഇവരുടെ ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിമ്പിൾസ് വന്നു കഴിഞ്ഞു. സോ ഇത് ഫോളോ ചെയ്യില്ല, തെറ്റാണ്. അടുത്ത വിയിൽ നിന്നും എനിക്ക് ക്യൂവിൽ എത്തണം, വി ഇവിടെ, ക്യൂ ഇവിടെ. ഓക്കെ, വിയിൽ നിന്ന് ക്യൂവിൽ എത്താൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രിഫറൻസ് ആർക്കാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ് വരേണ്ടത്, ഗ്രേറ്റർ ദാൻ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഇത് ഫോളോ ചെയ്യും. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് അടുത്ത ടൈപ്പിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 4, 5, 6, 7 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 7 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എല്ലാം ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 3 കൺക്ലൂഷനും ഉണ്ട്. ആദ്യമേ ഡിയും ഇയും തമ്മിലുള്ളതാണ്. 2 കൺക്ലൂഷനിലും ഡിയും ഇയും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, എവിടെയൊക്കെ ഡി വരുമെന്ന് നോക്കുക. അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഓയിൽ നിന്നും എസ്സിൽ. നല്ല ക്വസ്റ്റ്യൻ ആണത്. ഇത് വരും. ഓക്കെ, ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഡിയും ഇനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, ഡി ആൻഡ് ടി. സോ ഞാൻ ഡിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഡി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഡി ഉണ്ട്, ആൻഡ് ഈ സ്റ്റേറ്റ്മെന്റിലും ഡി ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നോക്കിക്കേ, ഇത് എങ്ങോട്ടും നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ ക്ലോസ് ചെയ്തേക്കാണല്ലേ. ഞാൻ ഫസ്റ്റ് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഡിയിൽ നിന്നും എസ്സിൽ എത്താൻ പറ്റുന്നുണ്ട്. ദെൻ ഇനി എസ് എവിടെയാന്ന് നോക്കാം. എസ്സിൽ നിന്നും എനിക്ക് ജെയിൽ എത്താൻ പറ്റുന്നുണ്ട്. ഇനി ജെ എവിടെയാന്ന് നോക്കാം. ജെ ഇവിടെ ഉണ്ട്, ജെയിൽ നിന്നും എനിക്ക് ഇയിലും എത്താൻ പറ്റുന്നുണ്ട്. സോ ഡിയിൽ നിന്നും ഞാൻ ഇയിലെത്തി. പോയ വഴിക്ക് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണം ആൻസർ വരാൻ. അതായത് ഇങ്ങനെ വരും, ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും. അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എസ് ഉണ്ട്, എസ് ഈക്വൽ ടു ജെ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ജെ ഉണ്ട്, ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്ന് വരും. കമ്പൈൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും, ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്ന് വരും. അതിന്റെ മീനിങ് എന്താ? ഇങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാലും ഈക്വൽ ടു എന്ന് പറഞ്ഞാലും തെറ്റാണ്. പക്ഷെ എയ്തർ 1 or 2 ആണെങ്കിൽ ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷെ അത് ചെക്ക് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെയും കൂടെ നോക്കണം. മൂന്നാമത്തെ ഓയും എസ്, ഓയും എസും തമ്മിലുള്ള റിലേഷൻ എന്ത് വരും? ഓ എവിടെയുണ്ട്? ഓ ദാ ഇവിടെ ഉണ്ട്. ഓയിൽ നിന്നും ഇവിടെ മാത്രമേ, ഓയിൽ നിന്നും ഞാൻ വൈയിലെത്തി. വൈയിൽ നിന്നും എനിക്ക് എങ്ങോട്ടും പോവാൻ പറ്റുന്നില്ല. സോ ഞാൻ ഒരിക്കലും ഓയിൽ നിന്നും എസ്സിൽ എത്തത്തില്ല. സോ ഇത് തെറ്റാണ്. അപ്പൊ എന്ത് വരും? ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്. ഇത് എയ്തർ ഓർ കേസ് ആണ്. എയ്തർ 1 or 2 ഫോളോസ് വരും. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിങ്ങൾ ഇവിടെ വേറെ എന്തെങ്കിലും ആണെന്ന് വെച്ചോ. ഇവിടെ ഇപ്പൊ ഓപ്ഷൻ 3 അല്ല, കൺക്ലൂഷൻ 3
ഓക്കെ, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നാണെന്ന് വെച്ചു. ഓക്കെ, എസിൽ നിന്ന് ഞാൻ ജെയിൽ എത്തി, ജെയിൽ നിന്നും എസ് ഈക്വൽ ടു ജെ, ജെയിൽ നിന്നും ഞാൻ ഇയിലും എത്തുന്നുണ്ട്. പോയ വഴിക്ക് റെഫറൻസ് അനുസരിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഇത് ഫോളോ ചെയ്യും. ഇപ്പൊ എന്ത് വരും? നിങ്ങളുടെ ഓപ്ഷൻ എന്ത് വരും? ഓൾ ഫോളോ വരുമോ? ഓൾ ഫോളോ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഫോളോ ചെയ്യുമെന്നാണ് അർത്ഥം. ഇല്ല, ഓൾ ദി കൺക്ലൂഷൻസ് ഫോളോ തെറ്റാണ്. നിങ്ങളുടെ ആൻസർ ഇങ്ങനെ വേണമായിരുന്നു ഓപ്ഷൻ വരേണ്ടിയിരുന്നത്. എയ്തർ കൺക്ലൂഷൻ 1 or 2 and കൺക്ലൂഷൻ 3 ഫോളോസ് ഇങ്ങനെ ആൻസർ ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കാൻ മാർക്ക് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. അല്ലാണ്ട് ഒരിക്കലും ഓൾ ദി കൺക്ലൂഷൻസ് ഫോളോ ചാടിക്കേറി മാർക്ക് ചെയ്ത് അത് തെറ്റാണ്. കാരണം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നമുക്ക് ഇതിനെ ഏതൊരു കേസായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ ഏതൊരു കേസായിട്ട് എടുക്കാൻ പറ്റും. സോ ഏതർ 1 or 2 ഫോളോ ചെയ്യും ആൻഡ് ഈ കൺക്ലൂഷനും ഫോളോ ചെയ്യും ആൻഡ് കൺക്ലൂഷൻ 3 ഫോളോസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യും. അല്ലാണ്ട് ഓൾ ദി കൺക്ലൂഷൻസ് ഫോളോ മാർക്ക് ചെയ്താൽ അത് തെറ്റാണ്. ഇൻ കേസ് അങ്ങനെ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരാം. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. ഇത് ചെയ്തു, ഇത് പറ. ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിംബൽസ് ഷുഡ് റീപ്ലേസ് ദി ക്വസ്റ്റ്യൻ മാർക്സ്? രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് റെസ്പെക്റ്റീവ്ലി, സോ ദാറ്റ് എഫ് ലെസ് ദാൻ പി ഈസ് ഡെഫിനറ്റ്ലി ട്രൂ. എഫ് ലെസ് ദാൻ പി എന്ന് വേണം ആൻസർ വരാൻ. അങ്ങനെയാണെങ്കിൽ ഇതില് ഏത് സിംബൽസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്കിൽ കൊടുക്കാൻ പറ്റുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ ഏത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ ഏത് കൊടുത്താൽ, ഓപ്ഷനിൽ ഏത് സിംബൽസ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസറിൽ എഫ് ലെസ് ദാൻ പി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരും. അതായത് പിയിൽ നിന്നും എഫിൽ എത്താൻ പറ്റണം. പിന്റെ നേരെ ഓപ്പൺ ചെയ്തിരിക്കണം ആൻസറിൽ. ഏത് വരും ആൻസർ? ഇതില് ഓപ്ഷൻ ബിക്ക് ചെറിയ ഇതുണ്ട്. ഓപ്ഷൻ ബി നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണത്തില്ല. ഓപ്ഷൻ ബി ഇങ്ങനെ ആക്കണം. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു, ഇതാണ് ഓപ്ഷൻ. ഇനി നോക്ക്, ഇനി ഏത് വരും ആൻസർ? ഇത് പി ഗ്രേറ്റർ ദാൻ എഫ് ആയിരിക്കണം. പിന് നേരെ ഓക്കെ, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അതാണ് ബിയും സിയും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും. സി ആണ് ആൻസർ.
ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഗ്രേറ്റർ ദാൻ ക്യൂ ഈക്വൽ ടു ആർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം പിന്നെയും ഗ്രേറ്റർ ദാൻ എസ് ഈക്വൽ ടു എഫ്. നമുക്ക് പിയും എഫും തമ്മിലുള്ള റിലേഷൻ മതി. ഇങ്ങനെ വന്നാലല്ലേ എന്താ പി ഗ്രേറ്റർ ദാൻ എഫ് എന്ന് വരത്തുള്ളൂ. എഫ് ലെസ് ദാൻ പി, അതിന്റെ മീനിങ് എന്താ? തിരിച്ചിടുവാണെങ്കിൽ പി ഗ്രേറ്റർ ദാൻ എഫ് എന്നല്ലേ, പി എഫിനെക്കാട്ടിലും വലുതായിരിക്കണം. ഈ ഒറ്റ ഓപ്ഷൻ കൊടുത്താലേ പി ഗ്രേറ്റർ ദാൻ എഫ് എന്ന് വരത്തുള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ കൊടുത്ത് നോക്കിക്കേ. ആദ്യത്തെ ഓപ്ഷൻ കൊടുത്താൽ എങ്ങനെ വരും? പി ലെസ് ദാൻ ക്യൂ ഈക്വൽ ടു ആർ ഗ്രേറ്റർ ദാൻ എസ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് വരും. സോ പിയും എഫും തമ്മിൽ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷനിലുള്ള സിമ്പിൾസ് വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എഫ് ലെസ് ദാൻ പി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇത് തെറ്റാണ്. അടുത്തത് കൊടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ വരും, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു ആർ, പിന്നെന്താ ഈക്വൽ ടു എസ് ഈക്വൽ ടു എഫ് എന്ന് വരും. ഇതിൽ നിന്നും പിയും എഫും തമ്മിലുള്ള റിലേഷൻ എന്താ കിട്ടുന്നത്? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്നാ കിട്ടുന്നത്, അല്ലാണ്ട് പി ഗ്രേറ്റർ ദാൻ എഫ് എന്ന് കിട്ടത്തില്ല. സോ ഇതും തെറ്റാണ്. ഇത് കൊടുത്താൽ മാത്രമേ ആൻസർ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇത് കൊടുത്താലും തെറ്റാണ്, ഇത് കൊടുത്താലും തെറ്റാണ്. ഓപ്ഷൻ സി കൊടുത്താൽ മാത്രമേ, ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഓപ്ഷൻ സിയിലെ ആൻസേഴ്സ് ഇട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് കിട്ടൂ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ബി ഒന്ന് ചേഞ്ച് ചെയ്തേക്കണേ, ബിന്റെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തേക്കും. ഈ ക്വസ്റ്റ്യൻ കൂടി പറ. ഇതും അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഏത് സിമ്പിൾസ് കൊടുത്താൽ ജി ഗ്രേറ്റർ ദാൻ സി എന്ന് പറയാൻ പറ്റും? ജി ഗ്രേറ്റർ ദാൻ സി. നിങ്ങൾ പെട്ടെന്ന് നോക്കി ആൻസർ പറയാം. ആദ്യത്തെ ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ വരുമോ? ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ആദ്യത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ എഫ് ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു സി എന്ന് വരും. ജിയും സിന്റെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സിമ്പിൾസ് വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ജി ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടുമോ? ഇല്ല. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സിമ്പിൾ ആണ്, അത് ഇട്ട് കൊടുത്താലും കിട്ടത്തില്ല, തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടും, അതാണ് കറക്റ്റ്. മൂന്നാമത്തെ ഓപ്ഷനിൽ ജി ഗ്രേറ്റർ ദാൻ എഫ്, അടുത്തത് ക്വസ്റ്റ്യൻ മാർക്കിന് പറഞ്ഞ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നു, ബി ഗ്രേറ്റർ ദാൻ ആർ, അടുത്ത ക്വസ്റ്റ്യൻ മാർക്കിന് പകരം പിന്നെയും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നു, എ ഈക്വൽ ടു സി എന്ന് വരും. സോ ജിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്ത് വരും? പ്രിഫറൻസ് വെച്ചിട്ട് ഗ്രേറ്റർ ദാൻ വരും, ജി ഗ്രേറ്റർ ദാൻ സി എന്ന് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇങ്ങനെ ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ നോക്കാം. ഈ ഓപ്ഷൻസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ജി ഗ്രേറ്റർ ദാൻ സി എന്ന് വരുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. വരും. ഓപ്ഷൻ സി ആണെങ്കിൽ മാത്രമേ വരൂ, ബാക്കി ഒന്നും വരത്തില്ല. സി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഓർഡർ ഇൻഇക്വാലിറ്റിയിലോട്ടോ. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തേ. ഇതില് നിങ്ങൾ ഓപ്ഷൻസില് ഏത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എൽ ഗ്രേറ്റർ ദാൻ ജി എന്ന് വരുമെന്നാ ചോദിച്ചേക്ക്. എൽ ഗ്രേറ്റർ ദാൻ ജി എന്ന് വരണം. എന്തായാലും ഫസ്റ്റും ലാസ്റ്റും ജി വരുന്ന നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ തെറ്റായിരിക്കും. അതേപോലെ ഫസ്റ്റും സെക്കൻഡ് ലാസ്റ്റും ആണെങ്കിലും തെറ്റായിരിക്കും. എന്തുകൊണ്ടാണ് തെറ്റ് വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിമ്പിൾസ് ആണ് ഇവരുടെ ഇടയിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എൽ ഗ്രേറ്റർ ദാൻ ജി എന്ന് പറയാൻ പറ്റില്ല. സോ എല്ലും ജിയും ഫസ്റ്റും ലാസ്റ്റും വരുന്ന ഓപ്ഷൻ തെറ്റാണ്, ഫസ്റ്റും സെക്കൻഡ് ലാസ്റ്റും വരുന്ന ഓപ്ഷൻ തെറ്റാണ്. അതിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, രണ്ടും വരത്തില്ല. വേറെ ഏത് വന്നാൽ പറ്റും? അതുപോലെ തന്നെ ജി ആദ്യം വരുന്ന ഓപ്ഷൻ തെറ്റ്, എല്ലിന് നേരെയാണ് ഓപ്പൺ ചെയ്തേക്കേണ്ടത്. ജി വരുന്ന ഓപ്ഷനും തെറ്റാണ്, ജി ആദ്യം വരുന്ന ഓപ്ഷൻസ് രണ്ടും തെറ്റാണ്. അപ്പൊ ഇതെല്ലാം വരത്തുള്ളൂ ഓപ്ഷൻ ബി. ഞാൻ ഇവിടെ എൽ ഇട്ട് കൊടുക്കുന്നു. എൽ ഗ്രേറ്റർ ദാൻ എസ്, രണ്ടാമത് എസ് ആണ്, മൂന്നാമത് ജി ആണ്, നാലാമത് ഒ, ലാസ്റ്റ് ആയിട്ട് എ. ഇനി നോക്കിക്കേ, എൽ ഗ്രേറ്റർ ദാൻ ജി എന്ന് വരത്തില്ലേ? വരും. എല്ലിനും ജിനും ഇടയിൽ ഗ്രേറ്റർ ദാനും ഈക്വലുമാണ് വന്നേക്കുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി. സോ നമ്മുടെ ആൻസർ എൽ ഗ്രേറ്റർ ദാൻ ജി എന്നും വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട്, ഇതിലെ ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാം. കോഡഡ് ഇൻഇക്വാലിറ്റീസ്. ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ഡയറക്ഷൻസ് തന്നേക്കും.
ഇപ്പം അറ്റെന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? ഇവിടെ ഇപ്പൊ അറ്റും പ്ലസും ഹാഷും പെർസെന്റേജും ഡോളറുമാണ്. അറ്റിന്റെ മീനിങ് ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളെക്കാട്ടിലും വലുതാണ്. അപ്പൊ എങ്ങനെ കൊടുക്കണം? എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ, എ ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അടുത്തത് എ ഈസ് എയ്തർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. അപ്പൊ എങ്ങനെ വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അടുത്തത് എ ഈസ് സ്മോളർ ദാൻ ബി, എന്ത് വരും? എ ലെസ് ദാൻ ബി, ഈ സിമ്പിൾ കൊടുക്കണം. അടുത്തത് എ ഈസ് എയ്തർ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നെങ്കിൽ ചെറുത് അല്ലെങ്കിൽ ഈക്വൽ, ഇങ്ങനെ വരും. അടുത്തത് എ ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളുമായിട്ട് ഈക്വൽ, ഇങ്ങനെ വേണം വരാൻ. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ, ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇപ്പം എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ, അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കും? അറ്റിന്റെ മീനിങ് എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ, നോട്ട് ഗ്രേറ്റർ ദാൻ ബി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? വലുതല്ല. വലുതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ചെറുത് അല്ലെങ്കിൽ ഈക്വൽ, ഇങ്ങനെ വേണം കൊടുക്കാൻ. നോട്ട് സ്മോളർ ദാൻ ആണെങ്കിലോ, ചെറുതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? എന്ന് പറയുന്നത് വലുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, ഇങ്ങനെ വേണം എടുക്കാൻ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇങ്ങനെ വരുന്ന ഇപ്പൊ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് കോഡിംഗ് ആണ്. അല്ലാണ്ട് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് സിമ്പിൾസ് എടുക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യനില് ഇനി അറ്റിന് പകരം ഗ്രേറ്റർ ദാൻ കൊടുക്കുക, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക, ഹാഷിന് പകരം ലെസ് ദാൻ കൊടുക്കുക, പെർസെന്റേജിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക, ആൻഡ് ഡോളറിന് പകരം ഈക്വൽ ടു കൊടുക്കുക. ക്വസ്റ്റ്യൻ തരാം, ഇതാണ് നിങ്ങളുടെ ഡയറക്ഷൻസ്. ക്വസ്റ്റ്യൻ ഇതാണ്. സോ എങ്ങനെയായിരുന്നു എടുക്കേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക സൈഡില്. അറ്റിന് പകരം ഗ്രേറ്റർ ദാൻ, അറ്റിന് പകരം ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ദെൻ പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഹാഷ് ലെസ് ദാൻ, ഹാഷ് ലെസ് ദാൻ, then percentage less than or equal to dollar equal to, percentage less than or equal to dollar equal to. ഇങ്ങനെ കോഡ് ചെയ്തേക്കുന്നതിനെ ഡീകോഡ് ചെയ്തെടുത്തിട്ട് ചെയ്യാം. ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഓക്കെ, ഞാനിവിടെ ഡോളറിന് പകരം എന്താ സിപ്പിളാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഡോളറിന് പകരം കോഡ് ചെയ്തേക്കുന്നത് ഡോളറിന് ഈക്വൽ ആയിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത്. സോ ജി ഈക്വൽ ടു കെ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്തത് എഫ് അറ്റ്, അറ്റിന് പകരം ഏതാ വരുന്നത്? അറ്റിന് പകരം ഗ്രേറ്റർ ദാൻ, എഫ് ഗ്രേറ്റർ ദാൻ ജെ. അടുത്തത് കെ പ്ലസ്, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്യൂ പ്ലസ്, ക്യൂവിന് പകരം എന്ത് വരും? സോറി, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ്. കൺക്ലൂഷൻ ഇനി എന്ത് വരും? ഫസ്റ്റ് കൺക്ലൂഷൻ എഫ് ഡോളർ ആണ്, ഡോളറിന് പകരം ഈക്വൽ കൊടുക്കുക. കെ ഈസ്, സോറി എഫ് അല്ല കെ ഈസ് ഈക്വൽ ടു എഫ്. സെക്കൻഡ് കൺക്ലൂഷൻ എഫ് ഹാഷ് ആണ്, ഹാഷിന് പകരം ലെസ് ദാൻ, എഫ് ലെസ് ദാൻ കെ, ഇത് കെ ആണ്. തേർഡ് കൺക്ലൂഷൻ ജി പ്ലസ് ആണ്, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്, ഇങ്ങനെ വരും. ഇങ്ങനെ മാറ്റി ഡീകോഡ് ചെയ്തെടുക്കാം. കോഡ് ചെയ്തേക്കുന്നതിനെ ഡീകോഡ് ചെയ്യുക. ഇനി നോക്കാം. ഇനി ഫസ്റ്റ് കൺക്ലൂഷൻ കെ ഈസ് ഈക്വൽ ടു എഫ്, സെക്കൻഡ് കൺക്ലൂഷനിലും കെയും എഫും. അപ്പൊ കെയും എഫും തമ്മിലുള്ള റിലേഷൻ നോക്കാം. കെയും എഫും തമ്മിൽ എന്ത് റിലേഷൻ വരും? കെയിൽ നിന്നും എനിക്ക് ക്യൂവിൽ എത്താം, ക്യൂവിൽ നിന്നും എഫിൽ എത്താം. കെയും എഫും തമ്മിൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വേണമായിരുന്നു വരാൻ. ഇവിടെ ഇപ്പൊ കെ ഗ്രേറ്റർ ദാൻ എഫ് എന്ന് തന്നിട്ടുണ്ട്, കെ ഈക്വൽ ടു എഫ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് ഏതർ ഓർ കേസ് ആണ്. ആദ്യത്തെ രണ്ടെണ്ണം ഏതർ ഓർ കേസ് ആണ്. മൂന്നാമത്തെ കൺക്ലൂഷൻ നോക്കാം. ജിയിൽ നിന്നും എനിക്ക് എഫിൽ എത്തണം, ജിയിൽ നിന്നും ഞാൻ കെയിലെത്തി, കെയിൽ നിന്ന് ക്യൂവിലെത്തി, ക്യൂവിൽ നിന്ന് എഫിലും എത്തി. പോയ വഴിക്ക് പ്രിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വേണം വരാൻ. സോ ഇത് ഫോളോ ചെയ്യും.
സോ ഇത് ഏതർ ഓർ കേസ് മൂന്നാമത്തത് ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് വരും? either 1 or 2 and 3 follows. നേരത്തെ ഞാൻ പറഞ്ഞത് അതേ ക്വസ്റ്റ്യൻ. either 1 or 2 and option 3 follows. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇതിന്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിം ഡയറക്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തോരും നേരത്തെ പോലെ തന്നെ കൊടുക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അറ്റിന് പകരം ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ദെൻ പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു then ഹാഷ് ലെസ് ദാൻ പെർസെന്റേജും ഡോളർ. പെർസെന്റേജ് എനിക്കിപ്പം വേറെ സ്ലൈഡ് കിടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഒറ്റ പ്രാവശ്യം എഴുതാവൂ. സോ അതിലോട്ട് ഇത് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് ഡീകോഡ് ചെയ്തെടുക്കുക. പെർസെന്റേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് പിന്നെ ഏതാ സിമ്പിൾ ആണ് ഡോളർ ഈക്വൽ ടു. ഇനി ചെയ്യാം നമുക്ക് ടി ഡോളർ ആണ്. സോ ടി ഈസ് ഈക്വൽ ടു ജി എന്ന് വരും. അടുത്ത സ്റ്റേറ്റ്മെന്റ് കെ അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി എന്ന് വരും. അടുത്തത് എം ഹാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ടി എന്ന് വരും. പ്ലസ് ആണ്, പ്ലസിന് പകരം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എം എന്ന് കൊടുക്കുക. ഫസ്റ്റ് കൺക്ലൂഷൻ കെ ഗ്രേറ്റർ ദാൻ ടി. സെക്കൻഡ് കൺക്ലൂഷൻ ജി ഡോളർ, ജി ഈസ് ഈക്വൽ ടു പി. തേർഡ് കൺക്ലൂഷൻ ടി അറ്റ് ദ റേറ്റിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഗ്രേറ്റർ ദാൻ പി എന്ന് വരും. നമുക്ക് കൺക്ലൂഷൻ നോക്കാം. കെയും ടിയും തമ്മിലുള്ള റിലേഷനാണ്. കെയിൽ നിന്നും ഞാൻ പിയിലെത്തി, പിയിൽ നിന്നും എമ്മിലെത്തി, എമ്മിൽ നിന്ന് എനിക്ക് ടിയിൽ എത്താൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സോ ഇത് തെറ്റാണ്. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. കെയിൽ നിന്നും എനിക്ക് എവിടെ എത്താൻ പറ്റില്ല? ടിയിൽ എത്താൻ പറ്റില്ല. അടുത്ത ജി ഈസ് ഈക്വൽ ടു പി. ജിയിൽ നിന്നും പിയിൽ എത്തണം, പറ്റുമോ? ഇല്ല. ജിയിൽ നിന്നും എനിക്ക് ടിയിൽ എത്താം. ഓക്കെ, ടിയിൽ നിന്നും പിന്നീട് എമ്മിലെത്താം, എമ്മിൽ നിന്നും പിയിലെത്താൻ പറ്റില്ല. അല്ലെങ്കിലും പോയ വഴിക്ക് മൊത്തം ഈക്വൽ ടു സിമ്പിൾ വന്നാലേ ജി ഈക്വൽ ടു പി എന്ന് വരാൻ പറ്റൂ. സോ ഇത് തെറ്റാണ്. അടുത്തത് ടി ഗ്രേറ്റർ ദാൻ പി. ടിയിൽ നിന്നും എനിക്ക് പിയിലെത്തണം. ടിയിൽ നിന്ന് ഞാൻ ജിയിലെത്തിയിട്ട് കാര്യമില്ല. ടിയിൽ നിന്ന് എമ്മിലെത്തി, ഈ ടിയിൽ നിന്ന് ജിയിലെത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഈ ടി നോക്കാം. ടിയിൽ നിന്ന് ഞാൻ എമ്മിലെത്തി, ദെൻ എമ്മിൽ നിന്നും എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ സോ ടിയിൽ നിന്ന് എന്താ? പിയിൽ ഒരിക്കലും എത്താൻ പറ്റില്ല. സോ ആൻസർ എന്തായാലും 3 ഫോളോ ചെയ്യത്തില്ല. നൺ ഫോളോസ് ആണ് ആൻസർ. നൺ ഫോളോസ്. 3 ഫോളോ ചെയ്യത്തില്ലല്ലോ. കെയിൽ നിന്ന് എനിക്ക് ടിയിൽ എത്താൻ പറ്റില്ല. ജിയിൽ നിന്ന് പിയിൽ എത്താൻ പറ്റില്ല. ടിയിൽ നിന്ന് പിയിലും എത്താൻ പറ്റില്ല. ടി ഗ്രേറ്റർ ദാൻ പി എന്നും വരത്തില്ല. ഒന്നും ഫോളോ ചെയ്യത്തില്ല. ആൻസർ നൺ ഫോളോസ് ആണ്. 3 ഫോളോ ചെയ്യത്തില്ല. ഒന്നും ഫോളോ ചെയ്യത്തില്ലെങ്കിൽ നൺ ഫോളോസ്. ഇതാണ് കോഡഡ് ഇൻഇക്വാലിറ്റി. ഇതുപോലെ ഡയറക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണം. ഓരോ സിമ്പിളിനും പകരം ഏത് ഇൻഇക്വാലിറ്റി സിമ്പിൾ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആൻസർ ചെയ്യാം. ആ സിമ്പിളിന് പകരം ഇൻഇക്വാലിറ്റി സിമ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴയ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ആദ്യം ചിലപ്പം ചിലർക്ക് പാടായിരിക്കും.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കിയാൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഇന്ന് തന്നെ ഇതിന്റെ PPT നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം ഇരുന്ന് ചെയ്യാം. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആൻസർ കീ തരാം. ഓക്കെ, താങ്ക് യു.